ഫഹദ പട്ടികളെ കൊല്ലുന്ന പോലെ ഉണ്ട്. അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞ സമ്മതിക്കണം പുള്ളിയുടെ ആക്ടിങ്. ഐ എം നോട്ട് എ സ്റ്റാർ എന്നുള്ള ഒരു ഇത് എനിക്കുണ്ടായിട്ടേ ഇല്ല, അപ്പോഴും ഇല്ല, ഇപ്പോഴും ഇല്ല, ഒരിക്കലും എനിക്കുണ്ടായിട്ടില്ല. വേറെ യു ആർ വർക്കിംഗ് എ വിമൺ ഷുഡ് ഫീൽ സേഫ്. നിങ്ങളൊരു പടം എടുക്കപ്പോൾ നല്ലൊരു പടം എടുത്ത് നല്ലൊരു റോൾ തരുവാണെങ്കിൽ ഞാൻ ചെയ്യാം. അപ്പം ഞങ്ങൾക്കൊക്കെ സിനിമ എന്ന് പറയുമ്പോഴേ യവനിയൊക്കെയാണ് നമുക്ക് മുമ്പിൽ വരുന്നത്. സോ അങ്ങനെയൊക്കെ പറയുമ്പോൾ യു ഫീൽ ലൈക്ക് യു ആർ റിയലി പ്രൗഡ് ദറ്റ് യു ആർ ബീങ് എ പാർട്ട് ഓഫ് സച്ച് എ ഫിലിം. ഭാഗ്യം ചെയ്തൊരു ആക്ട്രസ് ആണെന്ന് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ പറയായിരുന്നു. ലെജൻഡറി ആയിട്ടുള്ള ഡയറക്ടേഴ്സ്, ലെജൻഡറി ആയിട്ടുള്ള ആക്ടേഴ്സ്, മനോഹരമായ ഗാനങ്ങളിൽ അഭിനയിക്കാൻ പറ്റുക, എല്ലാ രീതിയിലും ഭാഗ്യം ചെയ്തൊരു ആക്ട്രസ് ആണ്. അതെ, അത് ലൈക്ക് ട്രൂലി ബ്ലെസ്ഡ് എന്നേ ഞാൻ പറയുള്ളൂ. മെയിൻ തിങ് ലൈക്ക് ആരും എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂവിന് വന്നപ്പം ചേച്ചി ഇങ്ങനെ അപ്പം അതുവരെ ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടില്ല. ഓഫ്കോഴ്സ് ഭാഗ്യമാണ് ഇത്രയും ഡയറക്ടേഴ്സ്, ഭാരവന്ദൻ സാറാണെങ്കിലും അടൂർ സാറാണെങ്കിലും കെ ജി ജോർജ് സാറ്, ഭരതൻ സാറ്, ലെനിൻ സാറ്, അങ്ങനെ എല്ലാവരും ഓരോരുത്തരും അങ്ങനെ നോക്കുവാണെങ്കിൽ അങ്ങനെയുള്ള എല്ലാ ഡയറക്ടേഴ്സിനും കൂടെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്ന് തന്നെ. ഇപ്പോൾ ഓരോരുത്തരും കൂടെ ഓരോ ഫിലിംസ് ചെയ്തിട്ടുള്ളതായിരിക്കാം. ചിലരുടെ കൂടെ ഭരതൻ സാറിൻ്റെ കൂടെ 2 എണ്ണം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ബാക്കി പത്മരാജൻ സാറിൻ്റെ കൂടെ. പിന്നെ അത് ലൈക്ക് ചെയ്ത ഒരു സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും ആ സമയത്താകുമ്പോഴത്തേക്കും ആർട്ട് ഫിലിം, കമേഴ്ഷ്യൽ, പിന്നെ ഒരു പാരലൽ എന്ന് പറഞ്ഞിട്ട് ചിലർ പറയുമായിരുന്നു. സോ ഞാൻ 3 സെക്ഷനിലും ഞാൻ ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് ഒരു ട്രൂ ബ്ലെസ്സിങ് ദാറ്റ് ഐ കുഡ് ഡു വിത്ത് എല്ലാ ആൾക്കാരുടെ കൂടെ ഇങ്ങനെ ചെയ്യാനും. പിന്നെ അതേപോലെ തന്നെ ഈക്വലി ഇപ്പം കമേഴ്ഷ്യൽ ഫിലിം ആണെങ്കിൽ ജോഷി സാറ്, ഐ വി ശശി സാറ്, മേനോൻ ചേട്ടൻ, ആൻഡ് ശശികുമാർ സാറ്, പിന്നെ എ വിൻസെൻറ്റ് സാറിൻ്റെ കൂടെ ഞാൻ കൊച്ചി തെമ്മാടി എന്ന് പറഞ്ഞാൽ മമ്മൂക്ക വന്ന് എൻ്റെ മോനായിട്ട് വരും. ലൈക്ക് ഐ എം ദ പാസ്റ്റിൽ വന്ന് മകൻ കുട്ടിയായിട്ടിരിക്കുമ്പോഴത്തേക്ക് പിന്നെ മമ്മൂക്കയാവുകയാണ്. സോ അങ്ങനെ ഉള്ള ഡയറക്ടേഴ്സ്. പിന്നെ അല്ലാതെ ഇപ്പോൾ സത്യൻ അന്തിക്കാട്. സോ അങ്ങനെ എല്ലാ സെക്ടറിൽ നിന്നുള്ള ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ളൊരു വലിയ ഭാഗ്യം തന്നെയായിട്ട് ഞാൻ കരുതുള്ളൂ. ഇതിൻ്റെയൊക്കെ ഒരു തുടക്കം എവിടെ നിന്നാണ്? അങ്ങനെ ഒരു ആർട്ടിസ്റ്റിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഫാമിലിയാണോ? അങ്ങനെ എനിക്ക് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കാര്യം അങ്ങനെയായിട്ട് എനിക്ക് അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. ബിക്കോസ് ലൈക്ക് ബോത്ത് ഓഫ് ദം ലൈക്ക് ജനിച്ചത് ഞാൻ മലേഷ്യയിലാണ്. ആൻഡ് എൻ്റെ ഞാനെപ്പോഴും പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, ലൈക്ക് ഞങ്ങൾ താമസിച്ചിരുന്ന സ്ഥലത്തിൻ്റെ അടുത്തൊരു മേനോൻ അങ്കിൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ അങ്കിളും ആൻറ്റിയും അവർ ഒരു ഡാൻസ് പ്രോഗ്രാമിന് വൈകിട്ട് പോകണമെന്ന് പറഞ്ഞു. അപ്പം നമ്മളെപ്പോഴും അവരുടെ വീട്ടിൽ പോകും, ഇങ്ങോട്ടും അങ്ങോട്ടും പോകും. അപ്പം ഞാൻ കുഞ്ഞായതുകൊണ്ട് ഓടിപ്പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പറയും ഇന്ന് വൈകിട്ട് ഇങ്ങനെ ഡാൻസ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എന്താ ഒന്നും അറിയില്ല. കുഞ്ഞു കുട്ടിയായിട്ടിരിക്കുമ്പോൾ ആക്ച്വലി ഇറ്റ് വാസ് വൈജന്തിമാല ഡാൻസാണ് അവരുടെ. സോ മലേഷ്യയിലേക്ക് വന്നിട്ടുള്ള ഡാൻസ്. അപ്പം ഡാൻസിൻ്റെ സോ ദേ വർ എക്സൈറ്റഡ്. എനിക്കൊരു എക്സൈറ്റ്മെൻറ്റ് ഇല്ല. ഡാൻസ് എന്ന് കേട്ടു ഞാനും വരുന്നു. അപ്പം അമ്മ പറഞ്ഞു ഒന്നും ഡ്രസ്സൊന്നും പോലും എടുത്തിട്ടില്ലല്ലോ. അങ്ങനെ പറഞ്ഞു എനിക്കിത് മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി എന്നാണ് പറയുന്നത്. ബിക്കോസ് എനിക്കൊന്നും ഓർമ്മയില്ല ആ സമയത്ത്, തീരെ കുഞ്ഞായതുകൊണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഡാൻസ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് അപ്പം ഈ മേനോൻ അങ്കിൾ വീട്ടിൽ കൊണ്ടുവന്ന് വിട്ടായിരുന്നു. വീട്ടിൽ വിട്ടിട്ട് ഫസ്റ്റ് തിങ് ഞാൻ എൻ്റെ അച്ഛൻ്റെ പറയാം, അച്ഛൻ എനിക്ക് ചിലങ്ക വേണം, ഇപ്പോൾ വേണം. അപ്പോൾ രാത്രി അച്ഛൻ പറഞ്ഞു ഞാൻ എവിടെ നിന്ന് രാത്രി പോയി എനിക്ക് വേണമെന്ന് ഭയങ്കര ഇതായിരുന്നു. അച്ഛൻ പറഞ്ഞു കിടന്നുറങ്ങ്, രാവിലെ നമുക്ക് വാങ്ങിക്കാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ എങ്ങനെയോ എനിക്ക് പിറ്റേ ദിവസം ആണെന്ന് തോന്നുന്നു എവിടുന്നോ അച്ഛൻ പോയിട്ട് വാങ്ങിച്ച് എന്നെ അവിടെ ഒരു ശിവദാസും വത്സല എന്ന് പറഞ്ഞ ഒരു ഹസ്ബൻഡ് വൈഫ് അവർ ഡാൻസ് പഠിപ്പിക്കുന്ന, ഭരതനാട്യം പഠിപ്പിക്കുന്നുണ്ട്. അപ്പം അവരുടെ അടുത്ത് കൊണ്ടുപോയി എന്നെ അപ്പോൾ എനിക്ക് ഡാൻസ് പഠിക്കണം, ചിലങ്ക ഇട്ടുകൊണ്ട് എനിക്കെന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ എന്നെ കൊണ്ടുപോയി ചേർത്തു. സോ ഐ വാസ് പാർട്ട് ഓഫ് ദാറ്റ് അവരുടെ ഡാൻസ് സ്കൂളിൻ്റേതായിട്ട്. അപ്പോൾ വീക്കെൻഡ്സിൽ നമുക്ക് പോയി പഠിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പോയി പഠിച്ചിട്ട് ഈവൻ നൗ ഐ എം ഇൻ ടച്ച് വിത്ത് വത്സല ടീച്ചർ. ഷീസ് സ്റ്റിൽ അലൈവ്. ആൻഡ് സാർ മരിച്ചുപോയി. അപ്പോൾ ഒരു പ്രാവശ്യം ടീച്ചർ വന്നിരുന്നു പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ വരാനായിട്ട്. അപ്പോൾ കോൺടാക്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ വന്ന് കാണുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ ടീച്ചറിനെ കാണുകയൊക്കെ ചെയ്തു. സോ അത് ലൈക്ക് ഡാൻസ് തുടങ്ങി എന്നല്ലാതെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ലൈക്ക് അവിടെ കുറച്ച് പഠിച്ചു. ദെൻ അത് കഴിഞ്ഞ് അവിടെ ഒരു സിവിൽ വാർ വന്നു കഴിഞ്ഞപ്പോഴാണ് ലൈക്ക് ഇത് ഞങ്ങൾക്ക് അവിടെ താമസിക്കാം, എൻ്റെ അച്ഛൻ വന്ന്
പാസ്പോർട്ട് സറണ്ടർ ചെയ്തിട്ട് ഹീ ഷുഡ് ബിക്കം എ മലേഷ്യൻ. ഹി സെഡ് നോ വേ, ഐ എം എ പേട്രിയോട്ടിക് ഇന്ത്യൻ, ഐ വിൽ നോട്ട് സറണ്ടർ. I will leave my job, take my family back to it. We got too small to understand all this. ഒന്നും നമുക്കറിയില്ല. അപ്പം നാട്ടിൽ പോകണു, നാട്ടിലുള്ള എഴുത്തുമായിട്ടുള്ള ഈ പറഞ്ഞ ഇപ്പോഴത്തെ ഇതല്ലല്ലോ. അപ്പോൾ അങ്ങനെ വി കെയിം ബാക്ക് ടു ഇന്ത്യ. അപ്പോൾ വന്നിട്ട് വി ഗോട്ട് സ്റ്റക്ക് ഇൻ ചെന്നൈ ഫോർ 1 year ആക്ച്വലി. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഷിപ്പിലാണല്ലോ നമ്മുടെ സാധനങ്ങൾ വരുന്നത്. സോ വി കെയിം ബൈ ഫ്ലൈറ്റ്. അപ്പോൾ ഷിപ്പിലെ സാധനങ്ങൾ ചെന്നൈ വന്ന് ഇറങ്ങുമ്പോഴത്തേക്കും ദർ വാസ് എ സ്ട്രൈക്കോ എന്തോ അങ്ങനെ സംഭവിച്ചിട്ട് നമ്മുടെ സാധനങ്ങളൊന്നും കിട്ടുന്നില്ല. സോ വി ഹാഡ് ടു സ്റ്റേ ബാക്ക്. അല്ലെങ്കിൽ നമ്മളെല്ലാവരും തഴിക്ക് വരണം. തഴി എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ സ്ഥലം. സോ അച്ഛൻ പറഞ്ഞു നമുക്കിവിടെ നിൽക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ അവിടെ ആശാൻ മെമ്മോറിയൽ സ്കൂളുണ്ട്, അവിടെ ഒരു വർഷം ഞങ്ങൾ പഠിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ നാട്ടിലേക്ക് വരുന്നതും. പിന്നെ ലൈക്ക് തഴിയിൽ ആദ്യം ചേർത്തു. ബട്ട് ദെൻ ഇംഗ്ലീഷ് മീഡിയം പഠിക്കാനായിട്ട് ഞങ്ങൾ മലയാളം നന്നായിട്ട് അറിയാം. ബിക്കോസ് അച്ഛൻ ഞങ്ങളെ മലയാളം പഠിപ്പിച്ചു. ഇവിടെ നിന്നുള്ള കേരള പാഠാവലി ബുക്കുകൾ അങ്ങോട്ട് വരുത്തിച്ച് ഞങ്ങളെ പഠിപ്പിക്കുമായിരുന്നു. സോ വീട്ടിൽ നമ്മൾ മലയാളം നന്നായിട്ട് സംസാരിക്കും. ആൻഡ് ഈ പഠിപ്പിച്ച കൊണ്ട് എഴുതാനും വായിക്കാനും അറിയാം. അപ്പോൾ അച്ഛൻ ഹി വാസ് എ പ്രൊഫസർ ഇൻ ഇംഗ്ലീഷ് ആൻഡ് ഹിസ്റ്ററി. അപ്പോൾ അച്ഛൻ സ്കൂളിൽ ഇത് പഠിപ്പിക്കുമ്പോഴത്തേക്കും, അല്ല സ്കൂളിലല്ല വീട്ടിൽ എല്ലാ ഞായറാഴ്ച അപ്പം കുറേ മലയാളി ഫാമിലീസ് ഉണ്ടല്ലോ. അപ്പോൾ അവർ പറയാം എന്തായാലും മാഷ് പഠിപ്പിക്കുന്നുണ്ട്, മക്കളെ പഠിപ്പിക്കുന്നു, ഞങ്ങളുടെ മക്കളെയും കൂടെ പഠിപ്പിക്കുക. അപ്പോൾ അത് എൻ്റെ ഓർമ്മ ചെറുതിലേ വന്ന് ഞങ്ങൾക്കൊരു വലിയ ഡൈനിങ് ടേബിൾ, ആ ഡൈനിങ്ങിൽ ഇങ്ങനെ മുതൽ ഇങ്ങനെ വരെയുള്ള കുട്ടികളുണ്ട്. എല്ലാം വട്ടത്തിലിരുന്ന് അച്ഛൻ പഠിപ്പിക്കും. തറ പറ എല്ലാം പഠിപ്പിച്ചിട്ട് ഞങ്ങളെ അങ്ങനെയാണ് ഞങ്ങൾക്ക് മലയാളം ലൈക്ക് എഴുതാനും വായിക്കാനും നമുക്ക് ഇതായത്. അപ്പോൾ ഞാൻ ശരിക്കും ഇവിടെ ആശാൻ മെമ്മോറിയൽ സ്കൂളിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ മലയാളമാണ് എടുത്തത് എൻ്റെ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട്. സോ ദ ടീച്ചർ വാസ് വെരി ഇംപ്രസ്ഡ് ദാറ്റ് ഐ ഗോട്ട് ഹൈ മാർക്സ്. ബിക്കോസ് മലേഷ്യയിൽ നിന്ന് ഒരു കുട്ടി മലയാളം എത്രത്തോളം അവർക്ക് എക്സാം എഴുതുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ള അറിയാം. അപ്പോൾ ടീച്ചർ വാസ് ലൈക്ക് അപ്പോൾ അച്ഛൻ പറഞ്ഞു ഇല്ല ഞാനത് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു, അതിൻ്റെയാണ് എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നാട്ടിലേക്ക് വന്നു. അമ്പലപ്പുഴ സ്കൂൾ കഴിഞ്ഞു. പിന്നെ ആലപ്പുഴ സെയിൻറ്റ് ജോസഫിലാണ് എൻ്റെ പ്രീ ഡിഗ്രി ചെയ്തത്. സോ പ്രീ ഡിഗ്രി ചെയ്ത സമയത്താണ് ഫാസിൽ സർ വന്ന് അവരൊരു ഡ്രാമ ചെയ്യുന്നുണ്ട്, ഒരു ഏകാംഗ നാടകം എന്ന് പറഞ്ഞിട്ട്. അപ്പം അതിൽ വേണുചേട്ടനുണ്ട്, നെടുമുടി വേണുചേട്ടനാണ് ആ നാടകത്തിൻ്റെ പേര് സാലഭഞ്ജിക എന്നായിരുന്നു. അപ്പോൾ അതിൽ ഒരു ഫീമെയിലും 3 മെയിൽസും, വേണുചേട്ടനും വേറെ 2 പേരും ഉണ്ടായിരുന്നു. അത് ഫാസിൽ സാറാണ് ഡയറക്റ്റ് ചെയ്തത്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് വേണുചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ ഒരു അരവിന്ദൻ സാർ വന്ന്. അപ്പോൾ അന്നേരം നമ്മൾ സിനിമ പോയി കാണുന്നില്ല, ഒരു വലിയ സ്ക്രീനിലെ സിനിമ എന്നുള്ളത്. നോ ഡ്രീംസ്, നോ ആംബിഷൻ, നത്തിങ് ഓഫ് ദിസ് സോർട്ട്. ലൈക്ക് പഠിക്കുന്നു, ബിക്കോസ് അച്ഛൻ പഠിക്കുന്ന ഇതിൽ ഞങ്ങളെല്ലാവരും പഠിത്തത്തിൻ്റെ ആൾക്കാരായിരുന്നു. നമുക്ക് വേറൊരു ഇതില്ല. അതുകൊണ്ട് സിനിമ ഇസ് എൻറ്റയർലി ഒരു നമ്മുടെ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല ലൈക്ക് ഐ വിൽ ബി സിറ്റിംഗ് ലൈക്ക് ദിസ് നൗ. ബിക്കോസ് ഇറ്റ്സ് എൻറ്റയർലി ആ ഒരു വലിയ സിൽവർ സ്ക്രീനിൽ അങ്ങനത്തെ ആൾക്കാർ മീൻസ് ലൈക്ക് ഞാനൊരു സാധാരണ പെണ്ണ് എന്നുള്ള ഇതിലല്ലാതെ നെവർ ഡ്രീംഡ് ഒരു ആംബിഷനോ നോ. അപ്പം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറയും ചേട്ടാ തന്നാൽ അതിന് സിനിമയിലൊക്കെ നമ്മളെ എടുക്കും എന്ന് പറഞ്ഞാൽ എന്തായാലും അരവിന്ദൻ സാറിൻ്റെ പടമാണ്, നമുക്ക് ന്യൂ ഫേസസിനെയാണ് നോക്കുന്നത്, നോക്കാം തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പടം കൊടുത്തു. ഞാൻ പ്രീ ഡിഗ്രിക്ക് എൻ്റെ കോളേജിൽ പോവുക വരിക അങ്ങനെയൊക്കെ ആയിരുന്നു. ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, ഇത് 70s-ലാണല്ലോ? 75 അല്ല, ഇത് 77 ഡിസംബറിലാണ് ഇതിൻ്റെ 77 ടുവേർഡ്സ് ദ എൻഡാണ് ഇതിൻ്റെ ഷൂട്ടിങ്. അപ്പോൾ ആ സമയത്താണ് അപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ എഴുത്ത് അല്ലെങ്കിൽ ഫോൺ പോലും ഇല്ല. അപ്പം വേണുചേട്ടൻ എഴുത്തയച്ചിട്ട് ലൈക്ക് ഷൂട്ടിങ്ങിൻ്റെ ട്രിവാൻഡ്രത്ത് വന്ന് ഡയറക്ടറെ കാണാം. ഞങ്ങൾ ആലപ്പുഴയിലാണ് താമസിക്കുന്നത്. അപ്പം ഞാനും അച്ഛനും അമ്മയും കൂടെ ട്രിവാൻഡ്രത്ത് വരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് സാറിന് വന്ന് ചെന്നൈയിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ഐ തിങ്ക് ലൈക്ക് അതിന് തൊട്ട് മുമ്പേ കാഞ്ചന സീതയായിരുന്നു. അപ്പോൾ അതിൻ്റെ എന്തോ ആവശ്യത്തിന് പോയി. അപ്പം നമുക്ക് കാണാൻ പറ്റിയില്ല. അപ്പം ഞാൻ ഡയറക്ടറെ കണ്ടില്ല, അപ്പോൾ ഇനിയും ഇല്ല. എന്നിട്ട് ഞാൻ തിരിച്ചു പോയി. ഐ വാസ് നോട്ട് ഡിസപ്പോയിൻറ്റഡ് ഓർ എനിത്തിങ്. എൻ്റെ ചോദ്യം എന്താണ്, നമ്മൾ ഈ 70s സോപ്പോൾ നല്ല കുടുംബത്തിൽ പിറന്ന പെൺകുട്ടികൾ സിനിമയിൽ വരാൻ മടിക്കുന്ന ഒരു സമയമാണ്. ഇന്നത്തെ പോലെയല്ല. എളുപ്പമായിരുന്നു വീട്ടിൽ സമ്മതിപ്പിക്കാനും. അങ്ങനെയല്ല. യു സീ ദ തിങ് ഈസ് വി വർ നോട്ട് സച്ച് എ കൺസർവേറ്റീവ് ഫാമിലി. ഞങ്ങളിപ്പോൾ വെളിയിൽ ജനിച്ച് വളർന്ന് എൻ്റെ അച്ഛനും ലൈക്ക് യു സീ ഈസ് നോട്ട് ലൈക്ക് ഒരു ഓഫ് കോഴ്സ് വി ആർ ലൈക്ക് ട്രഡീഷനും അതും ഇതെല്ലാം നമ്മൾ നോക്കുന്ന ആൾക്കാരാണെങ്കിലും ബട്ട് വി വർ നോട്ട് ലൈക്ക് വി വർ ഓപ്പൺ ടു എനിത്തിങ്. സോ
സോ ദേ ഡിഡ്ന്റ് ഹാവ് അങ്ങനെ ഒരു ഇപ്പോൾ സിനിമയ്ക്ക് പോകുന്ന കൊണ്ട് എന്നുള്ള ഒരു ചിന്താഗതി എനിക്കും വന്നിട്ടില്ല. ഐ തിങ്ക് ബിക്കോസ് ഐ വാസ് ബ്രോട്ട് അപ്പ് ദാറ്റ് വേ ആൻഡ് ഓൾസോ മൈ പേരൻസ് വർ ലൈക്ക് ദേ ഡിഡ്ന്റ് ഫീൽ ലൈക്ക് ഇപ്പം അതുമില്ല ഇപ്പോൾ പോയ ഉടനെ ഇപ്പോൾ സിനിമ കുറേ പടം കിട്ടണം എന്നൊന്നുമില്ല. ഇതൊന്ന് പോയി കിട്ടിയാൽ ഉണ്ട് ചെയ്യുവാണ് നല്ലതാണെങ്കിൽ ചെയ്യും. ആൻഡ് ദ വേ ഐ ഗോട്ട് ഇൻ ആൻഡ് ദെൻ ദ പടങ്ങൾ പിന്നെ വന്നു അതുപോലത്തെ പടങ്ങളാണ്. സോ നത്തിങ് എല്ലാവരും പറയുന്നത് കരയുന്ന ലൈക്ക് ശാരദയ്ക്ക് ശേഷം എന്താണ് ദുഃഖപുത്രി അതൊരു ടാഗ് ലൈൻ പിന്നെ എനിക്കാണ് വന്നിരിക്കുന്നത്. അപ്പം സോ അങ്ങനത്തെ പടങ്ങൾ, സോ ദ കൈൻഡ് ഓഫ് ഫിലിംസ് എന്ന് പറയുന്നതും ഒരു എന്താ ഡ്രീം ഗേളും അങ്ങനെയുള്ള പടങ്ങളൊന്നും അല്ല എനിക്ക്. അപ്പം ജസ്റ്റ് നെക്സ്റ്റ് ഡോർ ഗേൾ അങ്ങനെയൊക്കെ ഉള്ള കുറേ ക്യാരക്ടേഴ്സ് അപ്പോൾ വന്നു ഒരെണ്ണം ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഐ ഫെൽ ലൈക്ക് ഇറ്റ്സ് ഫൈൻ, നത്തിങ് ഒരു നമുക്കൊരു ആ ഒരു ഫിയർ ഫാക്ടറോ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയില്ലായിരുന്നു. മൈറ്റ് ബി ബിക്കോസ് ഐ വാസ് എക്സ്പോസ് ടു മറ്റേ ഡാൻസ് പ്രോഗ്രാമിനും ഒക്കെ ഞാൻ ചെറുതിലേ പോകുന്നുണ്ടായിരുന്നല്ലോ. അപ്പം ആ ഒരു അഡാപ്റ്റ് ചെയ്യാനും എനിക്ക് വലിയ പ്രശ്നമില്ല. പിന്നെ ദ കൈൻഡ് ഓഫ് വർക്ക് ആൻഡ് ദ ഗ്രൂപ്പ്സ് ഐ ഗോട്ട് ഇൻ വാസ് വെരി ഏത് പടത്തിലാണെങ്കിലും ഇപ്പം ഞാൻ അരവിന്ദ് സാറിൻ്റെ പടത്തിലാണെങ്കിൽ എനിക്കൊറ്റ ഡയലോഗ് പോലും ഇല്ല പടത്തിൽ. അപ്പോൾ സാറ് പറയുന്നതാണെങ്കിൽ ലൈക്ക് യു ഹാവ് ടു കീപ് യുവർ ഇയേഴ്സ് ടു സോ ക്ലോസ് ബിക്കോസ് ഭയങ്കര പതുക്കെയാണ് സംസാരിക്കുന്നത്. അപ്പം നല്ല പോലെ പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് പറയുന്നതനുസരിച്ചിട്ട് വി ആർ ഡൂയിങ് വാട്ട് ദേ ആർ ടെല്ലിങ് അസ്. അതിൽ വന്ന് അടൂർ സാറിൻ്റെയാണ്. ഹീ ഈസ് ലൈക്ക് ഒരു പെർഫെക്ഷനിസ്റ്റാണ്. ലൈക്ക് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 2 സെക്ഷനും ചെയ്തുകൊണ്ട് എനിക്ക് ലൈക്ക് ആ ഡിഫറൻസ് നല്ലപോലെ അറിയാം. സോ ഐ ഫീൽ ലൈക്ക് ഇങ്ങനെ ഈ സാറിൻ്റെ കൂടെ ഒക്കെ ചെയ്തുകൊണ്ട് മൈ ഫൗണ്ടേഷൻ ഈസ് ക്വൈറ്റ് സ്ട്രോങ് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം അത് കഴിഞ്ഞിട്ട് ലൈക്ക് ഇപ്പം സാറിൻ്റെ പടത്തിൽ സാറ് പറഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ജലജയ്ക്ക് ഞാൻ ഗ്ലിസറിൻ തരില്ല. ഞാൻ പറയാം ഓ താങ്ക് യു സർ എന്ന് വെച്ചാൽ ബാക്കി എല്ലാ പടത്തിലും ജലജ എന്ന് കരയിപ്പിക്കുന്നതാണ്. ഞാൻ പറഞ്ഞു സന്തോഷം. ഞാൻ പറഞ്ഞു ഞാൻ ഒരു പടത്തിലും കരയണം എന്ന് പറയുന്നില്ല, പക്ഷെ അവർ തരുന്ന ക്യാരക്ടേഴ്സ് എല്ലാം ഇങ്ങനെ ആയിപ്പോയി. ഞാൻ തരും. പിന്നെ മൈറ്റ് ബി ബിക്കോസ് ഐ എം ഡൂയിങ് ഇറ്റ് ഗുഡ് ഐ ഗോട്ട് ദോസ് അഗെയിൻ. ദേ ഡിഡ്ന്റ് ലൈക്ക് ഓഫർ സംതിങ് ഡിഫറെൻറ്റ്. ചില പടങ്ങൾ മാത്രമേ ഉള്ളൂ. ലൈക്ക് ഇപ്പം വേനലിലാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് വന്ന് ഒരു വെരി ലക്കി ഹാപ്പി ഗേൾ ആയിട്ടാണ്. സെക്കൻഡ് ഹാഫാണ് വരുമ്പോഴാണ് കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് കരച്ചിലും പ്രശ്നങ്ങളൊക്കെ ഉള്ളത്. സോ ആ 2 ഇതും ദാറ്റ്സ് ലൈക്ക് ഐ ഫീൽ ലൈക്ക് ദാറ്റ്സ് എ കൈൻഡ് ഓഫ് റോൾ വിച്ച് ഗിവ്സ് യു ഓപ്ഷൻ ടു ബോത്ത് അതിനാണ് മറ്റേ സ്റ്റേറ്റ് അവാർഡും കിട്ടിയത്. സോ ആൻഡ് ആക്ച്വലി ദാറ്റ് ഫിലിം വാസ് നോട്ട് മെൻറ്റ് ഫോർ മീ. അതും ഞാൻ പറയും, ഇറ്റ് വാസ് നോട്ട് മെൻറ്റ് ഫോർ മീ. ദ ഡയറക്ടർ ആൻഡ് കൊല്ലത്തുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഗൈസാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തത്. സോ ദേ ഹാഡ് ലൈക്ക് സോ വി ആർ വെരി ക്ലോസ് ടു ദം, വി നോ ദം. പടം എടുക്കുകയാണ്, പക്ഷെ ഞങ്ങൾക്ക് മാർക്കറ്റുള്ളൊരു നടിയാണ് വേണ്ടത്. ഞാൻ പറഞ്ഞു മാർക്കറ്റുള്ള നടി നോക്കിക്കോളൂ. അപ്പം ലൈക്ക് ദേ വർ ലുക്കിംഗ് അറൗണ്ട് ഫോർ സം പീപ്പിൾ ആൻഡ് ദേ ഫൗണ്ട് സം വൺ ആൻഡ് അവർ എല്ലാം റെഡിയാക്കി. അപ്പം ആ സമയത്തൊക്കെ സുകുമാരൻ സാറിൻ്റെയൊക്കെ ഡേറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ദേ ആർ ദ ഹീറോസ് ഓഫ് ദോസ് ഡേയ്സ് അല്ലേ. അപ്പം ഡേറ്റ്സ് ഒക്കെ ശരിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ദിവസം രാവിലെ നേരം വെളുക്കുന്നതിന് മുമ്പ് ശരിക്കും പറഞ്ഞാൽ നല്ല ഉറക്കം. അപ്പം ബെല്ലടിക്കുന്നതെന്ന് വെച്ചാൽ ഈ നേരം വെളുക്കുന്ന സമയത്ത് ആരാണാവോ. അപ്പം അച്ഛാന്ന് പറഞ്ഞുള്ള വിളി. അപ്പം അച്ഛൻ എഴുന്നിട്ട് എൻ്റെ അച്ഛൻ അപ്പം ഉണ്ട്. സോ അച്ഛൻ വെളിയിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങളാണോ, നിങ്ങളെന്താ ഈ വെളുപ്പിന് സഹായിക്കണം. എന്ത് പറ്റി? അല്ല കുമാരി എടുത്ത് പറയണം, എന്നെ കുമാരി എന്നാണ് വിളിക്കുന്നത്. ലൈക്ക് എൻ്റെ പേര് ജലജ കുമാരി, ദാറ്റ്സ് മൈ ഒഫീഷ്യൽ നെയിം. അപ്പോൾ എന്നെ വീട്ടിൽ കുമാരി എന്നും വിളിക്കും, വെളിയിലുള്ളവരെല്ലാം ജലജ തന്നെയാണ്. അപ്പോൾ കുമാരി എടുത്ത് പറയണം പടത്തിൽ. അപ്പോൾ അതെന്താണ്, നിങ്ങൾ വേറെ ആരെയോ വെച്ചു, പടം തുടങ്ങുന്നു. അതെ അടുത്ത മാസം തുടങ്ങുകയാണ്, പക്ഷേ അവർക്ക് വേറൊരു പടം കിട്ടി. ലെനിൻ സാറിൻ്റെ ഫസ്റ്റ് പടമല്ലേ. അപ്പം വേറൊരു പോപ്പുലർ ഡയറക്ടറുടെ പടം കിട്ടിയതുകൊണ്ട് അവരങ്ങോട്ടേക്ക് കാലുമാറി. അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റ് മിനിറ്റ് ഇനിയും വേറെ പോപ്പുലറായിട്ടൊരു ആക്ട്രസിനെ കിട്ടാനും കുറച്ച്. അപ്പം ഞാൻ ഇതെല്ലാം കേട്ടുകൊണ്ട് കിടക്കുന്നുണ്ട്. അപ്പം അച്ഛൻ വിളിക്കും കുമാരി എന്ന് ചോദിച്ചാൽ എപ്പോഴും ഷൂട്ടിംഗ് തുടങ്ങുന്നത് കുമാരി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇതിൽ. ഞാൻ പറഞ്ഞു എനിക്ക് മാർക്കറ്റ് ഇല്ലല്ലോ, അപ്പോൾ പിന്നെ ഞാൻ എന്താ ചെയ്യുക, നിങ്ങൾക്ക് മാർക്കറ്റുള്ള ആളുടെ വേണം. ലൈക്ക് ഐ വാസ് ജസ്റ്റ് പുള്ളിങ് ദ ലൈക്ക് ഐ നോ ദം വെരി വെൽ. അപ്പോൾ അങ്ങനെ പറഞ്ഞു ഇല്ല അത് വന്ന് ചെയ്യണം. ഞാൻ പറഞ്ഞു ചെയ്യാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ദാറ്റ്സ് ഹൗ ഐ ഡിഡ് ദ റോൾ. അപ്പം ഞാനത് പറയുന്നത് ഈസി, നമുക്ക് വരാനുള്ളത് നമുക്ക് വരും. അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു പടം വേറെ ആർക്കോ പോകേണ്ടതല്ലായിരുന്നോ. അതപ്പോൾ എനിക്ക് വന്നു. ആ പടത്തിൻ്റെ ലൈക്ക് ഞാൻ ചെന്നൈയിൽ വന്ന് വേറൊരു പടത്തിൻ്റെ ഷൂട്ടിങ്ങിന് പോയപ്പോൾ ഇതിൻ്റെ ഏതൊരു മ്യൂസിക്കിൻ്റെ സമയത്ത് MB ശ്രീനിവാസൻ സാറായിരുന്നു. അപ്പം ഞാൻ അത് ലൈക്ക് എനിക്ക് അങ്ങനെയുള്ള വി ഡോണ്ട് ഗെറ്റ് എ ചാൻസ് ടു ഗോ ആൻഡ് സീ ആ മ്യൂസിക് റെക്കോർഡിങ്ങും ഇതൊന്നും നമുക്കറിയില്ല. അങ്ങനെ പോയപ്പോൾ ഇതേപോലെ ലെനിൻ സാർ പറഞ്ഞുകൊണ്ട് പോയിരുന്നു.
അപ്പോൾ അങ്ങനെ പോയി ഇത് കണ്ടപ്പോഴത്തേക്കും സാറ് ഇറങ്ങി വന്നപ്പം പറഞ്ഞു, ജലജ യു ഹവ് ഡൺ വണ്ടർഫുള്ളി, യു ആർ ഗോയിങ് ടു ഗെറ്റ് എൻ അവാർഡ്. ഐ സെഡ് സർ ഐ ഡിഡ് വാട്ട് ലെനിൻ സർ ടോൾഡ് മീ ടു ഡു ആൻഡ് ഐ തിങ്ക് ഐ ഡിഡ് മൈ ബെസ്റ്റ്. ദ റെസ്റ്റ് ഇസ് നമുക്ക് അറിയില്ല അത് കിട്ടുമോ കിട്ടില്ല എന്നുള്ള അറിയില്ല. അല്ല പെർഫെക്ഷനിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എവറിത്തിങ് ഹി മേക്സ് ഇറ്റ് ലൈക്ക് ഹി കൈൻഡ് ഓഫ് ഷോസ് ഹൗ ടു ഡു എവറിത്തിങ്. ആ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ യു ഫീൽ ലൈക്ക് നമ്മൾ സാറ് പറയുന്ന പോലെ അങ്ങനെ ചെയ്താൽ മതി എന്ന് നമുക്ക് തോന്നും. അടൂർ സാറിൻ്റെ മറ്റേ സാർ ലൈക്ക് വന്ന് എല്ലാം ഡീറ്റെയിൽ ആയിട്ടാണ് പറയുന്നത്, ബട്ട് ഹീ ഈസ് ലൈക്ക് വെരി ഇതായിട്ട്. ആൻഡ് ഓൾസോ എനിക്കിതുവരെ ഞാൻ വർക്ക് ചെയ്ത ഒരു ഡയറക്ടേഴ്സും എനിക്ക് അങ്ങനെ ദേഷ്യപ്പെട്ടതായിട്ട് എനിക്ക് എൻ്റെ അടുത്ത് ഇല്ല. ആൻഡ് ലൈക്ക് സെറ്റിലാണെങ്കിലും വെരി ഇതായിട്ടാണ് ഉള്ളത്. അപ്പം അരവിന്ദ് സാർ ആകുമ്പോഴത്തേക്കും എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു അതിൽ ചെറിയ റോളല്ലേ ഉള്ളൂ, അതിൽ ഡയലോഗും ഇല്ല. അപ്പം നമ്മൾ സംസാരിക്കുന്നത് എന്താണ് എങ്ങനെയാണെന്നുള്ളത് ഐ മീൻ ലൈക്ക് നടന്നു വരുന്നു, തുണി കയ്യിലിടുന്നു, അപ്പം നനഞ്ഞ ലൈക്ക് മുടിയൊക്കെ നനഞ്ഞിട്ട് ഞാൻ കുളിച്ചിട്ട് കയറി വരുന്ന പോലെയാണ്. അപ്പോൾ അത് വരുന്നു, അപ്പോൾ ഒരു ഗ്ലാൻസ് ഇങ്ങോട്ട് നോക്കുന്നു, അപ്പോൾ ശ്രീരാമൻ ചേട്ടനെ കാണുന്നു, അപ്പോൾ അങ്ങനെ ഇങ്ങനെ എന്നുള്ളത് പുള്ളി പറഞ്ഞ് അതനുസരിച്ച് നമ്മൾ നടന്നു വരും. സോ ദാറ്റ്സ് നത്തിങ് എൽസ് ടു ഡു ദാറ്റ്. സോ വട്ട് എവർ. പക്ഷേ ക്ലോസപ്സ് ഒക്കെ എടുക്കുമ്പോഴും അതല്ല ഇങ്ങനെയാണ് എന്നുള്ളത് പുള്ളി പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ അടൂർ സാറിൻ്റെ ത്രൂ ഔട്ട് ദ ഫിലിം ഉണ്ട് നമ്മൾ. സോ ദാറ്റ്സ് ക്വൈറ്റ് ഒരു നമുക്ക് വർക്ക് ഉണ്ട് അതിൽ. ആൻഡ് ഓൾസോ വേറൊരു കാര്യമുള്ളത് ലൈക്ക് ഐ ഹാവ് ഡൺ ഞാൻ പറഞ്ഞല്ലോ മറ്റേ കമേഴ്ഷ്യൽ ഫിലിംസ് ആണെങ്കിൽ ഐ വുഡ് ഹവ് തോട്ട് ലൈക്ക് ഇപ്പോൾ ഡബ് ചെയ്യാൻ നേരത്ത് ലൈക്ക് നമ്മളെല്ലാം അപ്പോൾ ഡബ്ബിങ് ആണല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ഡയലോഗ്സ് ചിലപ്പോൾ നീണ്ട ഡയലോഗ്സ് ആകുമ്പോൾ ചിലപ്പോൾ പ്രോംപ്റ്റിങ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ കാണാതെ പഠിച്ചിട്ട് പറയുന്നുണ്ടാവും. അപ്പോൾ അതിൽ എന്തെങ്കിലും ചിലപ്പോൾ ഒരു വന്നു എന്നുള്ളത് വന്നിരുന്നു എന്നോ അങ്ങനെ എന്തെങ്കിലും പറയാം. പരവായില്ലമ്മ പരവായില്ല ഡപ്പുള്ള സമയത്ത് വലിച്ചിടും. എന്താണ് ഈ വലിച്ചിടുന്നത്? അപ്പം നമുക്കിതൊന്നും അറിയില്ല. സോ അങ്ങനെ ഉള്ള പ്രശ്നമില്ല. പക്ഷെ അടൂർ സാർ അങ്ങനെയല്ല. സ്ലാങ് പോലും വെരി മൈന്യൂട്ടായിട്ട് എങ്ങനെ പറയണം, അതായത് ഇപ്പം നമ്മളിപ്പോൾ ഒരു നീട്ടി പറയുന്നത് അത് നീട്ടി തന്നെ പറഞ്ഞിരിക്കണം, അല്ലാതെ നമ്മൾക്ക് കുറുക്കാൻ പറ്റില്ല. ബിക്കോസ് ഡബ് ചെയ്യുന്നത് ഞാൻ തന്നെയാണ് ഡബ് ചെയ്തത്. അപ്പം അത് കറക്റ്റായിട്ട്. അപ്പം ഒരു സീനുണ്ട് ഇപ്പോഴും എനിക്ക് നല്ല ഓർമ്മ വരുന്നതെന്ന് വെച്ചാൽ, ഞാൻ വീട്ടിനകത്തുനിന്ന് വെളിയിൽ വിമാനം മേളിൽ കൂടെ പോകുന്ന ശബ്ദം കേട്ട് ഓടി വരും, ഒരു വാഴത്തോപ്പ് പോലെ വാഴയുടെ അടുത്ത് വന്നിട്ട് ചേച്ചി ദാണ്ടൊരു വിമാനം എന്ന് പറയും. അപ്പം ഞാൻ സാർ പറഞ്ഞ പോലെ വന്നു, ജലജെ വിമാനം പോകുന്നു, ചേച്ചിയെ വിളിക്കുന്നു, ഈ ശബ്ദം മതിയോ? ലൈക്ക് യു ഹാവ് ഷീ ഹാസ് ടു ശബ്ദം വേണം. അപ്പോൾ അത് യു ഡോണ്ട് തിങ്ക് ഓഫ് ഇറ്റ് അറ്റ് ദാറ്റ് ടൈം ലൈക്ക് ദാറ്റ്. നമുക്കിത് ഡബ് ചെയ്യാൻ നേരത്ത് നമ്മളത് ശബ്ദം കൂട്ടി പറയും എന്നുള്ളതല്ലേ നമ്മൾ വിചാരിക്കുക, അല്ലാതെ ആ സമയത്ത് നമ്മളിങ്ങനെ ഒച്ചത്തി പറയണം എന്നുള്ളത് അല്ല. അതാണ് ഞാൻ പറഞ്ഞത്, അതാണ്. സോ ദാറ്റ്സ് ഹൗ ഹി ടേക്സ്. അപ്പോൾ പെർഫെക്ഷൻ. അപ്പം നമ്മൾ ദാണ്ടൊരു വിമാനം, സോ യോ വോക്കൽ കോഡ്സ് ലൈക്ക് അതോ എനിക്കറിയില്ല എന്താണെന്ന്, പക്ഷേ ഹി മേക്സ് us ഡു ലൈക്ക് എങ്ങനെയാണ് നമുക്കതെന്നുള്ളത് അത് സാറിൻ്റെ ഒരു. ആൻഡ് ദെൻ ഇതിൽ വന്ന പുതിയൊരു പയ്യനുണ്ട്, അത് ഞങ്ങൾക്ക് മൂത്ത ചേച്ചിയായിട്ട് രാജം കെ നായരുണ്ട്. അപ്പോൾ ആ ചേച്ചിയുടെ മോനായിട്ടാണ് ഈ പയ്യൻ അഭിനയിക്കുന്നത്. അപ്പോൾ എനിക്കൊന്ന് ആദ്യം അഭിനയിക്കുന്നൊരു കുട്ടിയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതൊരു വലിയ നാലുകെട്ട് പോലത്തെ ഒരു വീടാണല്ലോ. അപ്പോൾ സീൻ ഇപ്പോഴും നല്ല ഓർമ്മയാണ്. പക്ഷേ വരാൻ്റെ കൂടെ ഇങ്ങനെ വന്ന് ഇവിടെയാണ് മെയിൻ ഡോറ്. അപ്പോൾ ഡോറിൻ്റെ അവിടെ വന്ന് ഇങ്ങനെ നോക്കിയിട്ട് ചോദിക്കണം, ഇവിടെ ആരും ഇല്ലയോ? ആരും ഇല്ലയോ? ഓക്കെ, ഇവിടെ ആരും ഇല്ലേ? അതല്ലല്ലോ ഞാൻ പറഞ്ഞത്, ആരും ഇല്ലയോ? 2, 3, 4. അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ദൈവമേ കൊച്ചൊന്ന് കറക്റ്റായിട്ട് പറയണേ. എന്താ വെച്ചാൽ ഹീ ഗെറ്റ്സ് നെർവസ്, നാച്ചുറലി യു ഗെറ്റ് നെർവസ്. പക്ഷെ സാറ് ഒന്ന് ഒരു 10 പ്രാവശ്യം എടുക്കുകയാണെങ്കിലും ഹി ഡസൻറ്റ് ഗെറ്റ് ആംഗ്രി, ഹി ഡസൻറ്റ് ഗെറ്റ് എനിത്തിങ്, ഹി ജസ്റ്റ് ടെൽസ് യു, മേക്സ് യു ഡു ഇറ്റ്. അങ്ങനെയാണ്. അപ്പോൾ സോ യു ഡോണ്ട്. പക്ഷേ നമുക്കത് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഒരു സീനിൽ പറയുമ്പോഴത്തേക്കും ഒരു 2 പ്രാവശ്യം കഴിഞ്ഞ് 3 കഴിയുമ്പോഴത്തേക്കും നമുക്ക് ടെൻഷൻ അടിക്കുമ്പോൾ നമ്മൾ ചെയ്യാനുള്ളത് ഇച്ചിരി തെറ്റിപ്പോവും. അപ്പോൾ ആ കൊച്ചിനും അങ്ങനെയാണ്. ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഇതല്ല, കറക്റ്റായിട്ട് ഇതേപോലെ സീൻ അതിലും രാജം കെ നായർ ആ ചേച്ചിക്കും സന്ധ്യയ്ക്ക് വീടിട്ട് മുൻവശത്തിരിക്കുകയാണ്. അപ്പോൾ കാലിങ്ങനെ തിരുമ്മിക്കൊണ്ട് പറയായിരുന്നു, കാലിനകത്തൂന്നെല്ലയോ കിഴപ്പ്. ഷീസ് ഫ്രം ട്രിവാൻഡ്രം ആണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. കാലിനകത്തൂന്നല്ലേ കിഴപ്പ്, രാജം കാലിനകത്തൂന്നല്ലയോ കിഴപ്പ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ബാക്കിയുള്ളവരാണെങ്കിൽ, ഞാൻ മറ്റേ പടങ്ങൾ ചെയ്തവരാണെങ്കിൽ പരവായില്ല ഡപ്പണ്ണിക്കലാം എന്ന് പറഞ്ഞിട്ട് വിടും. ഇത് സാറ് വന്ന് കാലിനകത്ത് അത് ഞാൻ 2-3 പ്രാവശ്യം കഴിഞ്ഞപ്പോൾ പഴവങ്ങാടി ഗണപതി ഒരു തേങ്ങ അടിച്ചോളാം. അപ്പം നമുക്കിരുന്ന് കേൾക്കാം, നമ്മളപ്പുറത്തുണ്ട്. പഴവങ്ങാടി ഗണപതി ഒരു തേങ്ങ അടിച്ചോളാം,
ഡയലോഗ് ശരിയായിട്ട് വരണേ എന്ന് പറയും. സോ അങ്ങനെയുള്ള ലൈക്ക് നമുക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ പല ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തത്. KG ജോർജിൻ്റെ കൂടെ അതും ലൈക്ക് സാറും ലൈക്ക് വെരി മൈന്യൂട്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഈവൻ KG ജോർജ് സാറാണെങ്കിലും മറ്റേ ഭരതൻ സാറാണെങ്കിലും ഭരതൻ സാറാണെങ്കിലും ശരിക്കും പറയുവാണെങ്കിൽ ഹീസ് എ ആർട്ടിസ്റ്റ് അല്ലേ. അപ്പോൾ ഓരോ സീൻസ് ബൈ സീൻസ് ഹി ഹാസ് വിഷ്വലൈസ്ഡ് ഹൗ ഇറ്റ് ഷുഡ് ബി. അപ്പോൾ ഓരോ ഷോട്ടിൽ നിൽക്കുവാണെങ്കിൽ നമ്മൾ എങ്ങനെ നിൽക്കണം, വരണം, പോകണം എന്നൊക്കെ ഉള്ളത് ഭയങ്കര ഇതായിട്ട് ആ പുള്ളിക്ക് ആ മനസ്സിലുള്ളത് ഹി വിൽ മേക്ക് അസ് ലൈക്ക് ഡു ഇറ്റ്. ജോർജ് സാർ അതുപോലെ തന്നെ ഇപ്പം അത് യവനികയിലാണെങ്കിലും അതിനു മുമ്പേ ഞാൻ ചെയ്തത് ഉൾക്കടലാണല്ലോ ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് യവനിക ഞാൻ ചെയ്യുന്നത്. അപ്പം അതിൽ എല്ലാ സീൻസ് ആണെങ്കിലും നമുക്ക് അതുമല്ല സീൻസ് മാത്രമല്ല അതിൽ ആർട്ടിസ്റ്റ് നിറച്ചുണ്ട്. ഒരാളെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുമല്ലോ. മറ്റേ നമ്മൾ ചില പടങ്ങളിൽ കുറച്ച് പേര് 1-2 ആർട്ടിസ്റ്റ്. ഇതിപ്പം ഇത്രയും ഒരു സീനിലെന്ന് പറയുന്ന നാടകത്തിൻ്റെ സീൻ എല്ലാവരും അറിയപ്പെടുന്ന ആർട്ടിസ്റ്റ്. അതിൻ്റെ കൂട്ടത്തിൽ ഞാനൊക്കെ ഉള്ളൂ ഈ തുടക്കക്കാരി എന്നുള്ള മട്ടിൽ. ഇപ്പം ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം ഗോപിച്ചേട്ടനെ കാണുന്നത് തമ്പിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത്. അപ്പം ഞങ്ങൾ വൈകിട്ട് ഈ ഷൂട്ടിംഗ് തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തിരുനാവായയിലാണ് പോയത്. അപ്പം അവിടെ പോയിട്ടപ്പം ഞങ്ങളൊരു സന്ധ്യയായി എത്തുമ്പോൾ അപ്പോൾ വേണിച്ചേട്ടൻ പറഞ്ഞു നമുക്ക് ഡയറക്ടറെ കാണാൻ പോവാം എന്ന് വെച്ചാൽ കണ്ടിട്ടില്ലല്ലോ ഡയറക്ടറെ. അപ്പം സന്ധ്യ പോയി. അപ്പം ഞങ്ങൾ പോയപ്പോൾ ഷോട്ട് നടക്കുന്നു. അപ്പം ഒരു ഡോറിൻ്റെ വെളിയിൽ നിന്ന് ഞങ്ങൾ നോക്കുക. അപ്പോൾ എൻ്റെ അന്നേരത്തെ എൻ്റെ ഇത് പറയുകയാണെങ്കിൽ ഞാൻ വന്ന് ഷൂട്ടിംഗ് കാണാൻ വന്നിരിക്കുന്നു. നാഷണൽ അവാർഡ് വിന്നർ ഗോപി ചേട്ടനാണ് അവിടെ നിൽക്കുന്നത്. അതാണ് എൻ്റെ ഇതിൽ. നാളെ ഞാൻ അഭിനയിക്കുന്നു എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നേ ഇല്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇതാണ് പുതിയ ജലജയാണെന്നൊക്കെ പറഞ്ഞു സാറിന് എന്നൊക്കെ പറഞ്ഞു. നാളെ രാവിലെ ഉണ്ട് പറഞ്ഞിട്ട് ഇരുന്നു. അത് കഴിഞ്ഞ് തിരിഞ്ഞ് ഗോപി ചേട്ടൻ സോ ഹാപ്പി ടു സീ യു. എൻ്റെ ഇതാണ് ബിക്കോസ് ലൈക്ക് നാഷണൽ അവാർഡ് വിന്നർ അല്ലേ. അപ്പം ഇത് കാണുകയും ചെയ്തു, കൊടിയേറ്റം കാണുകയും ചെയ്തു. അപ്പോൾ ആ എക്സൈറ്റ്മെൻറ്റാണ് എനിക്ക്. അല്ല നാളെ അഭിനയിക്കുന്നു എന്നുള്ള എക്സൈറ്റ്മെൻറ്റ് ഒന്ന് അന്നേരം ആലോചിക്കുന്നു കൂടി ഇല്ല ഞാൻ. ഇങ്ങനൊരു ആക്ടറെ കണ്ടു. പക്ഷേ എനിക്ക് കോമ്പിനേഷൻ ഉണ്ടോ ഒന്നും എനിക്കറിയില്ല. അപ്പം പറഞ്ഞു ഇങ്ങനെ ശ്രീരാമൻ എന്ന് പറഞ്ഞ പുള്ളിയുടെ കൂടെ അപ്പോൾ അങ്ങനെയുള്ള സീൻസാണ് ഉള്ളതെന്നുള്ളത്. അപ്പോൾ ഇത് പുള്ളി വന്ന സർക്കസിൻ്റെ മാനേജറായിട്ടല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് സീൻസേ ഇല്ല, അത്രയേ ഉള്ളൂ. പക്ഷേ എനിക്ക് അന്നേരത്തെ എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു ആക്ടറെ കാണാൻ ലൈക്ക് ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് വാസ് മൈ ബിഗ് തിങ്. ഇപ്പോൾ ആൾക്കാർ ഇപ്പം വരുമ്പോൾ മമ്മൂക്കിയെ കണ്ടു അല്ലെങ്കിൽ ലാലിനെ കണ്ടു എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ യവനികയിൽ അഭിനയിക്കുമ്പോഴുള്ളൊരു ഇൻറ്ററാക്ഷൻസ് എക്സ്പീരിയൻസസും എങ്ങനെയായിരുന്നു? അതെന്ന് പറയുകയാണെങ്കിൽ ലൈക്ക് ഈ പറഞ്ഞ പോലെ ഗോപിച്ചേട്ടൻ്റെ കൂടെ അഭിനയിക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് അഭിനയിക്കുന്നു എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ പുള്ളി ആ ക്യാരക്ടറിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ദെൻ ഹീ ഈസ് ദ ക്യാരക്ടർ. ഇപ്പം എൻ്റെ മുടിയിലൊക്കെ പിടിച്ച് വലിച്ച് ഇടുകയും അതൊക്കെ ലൈക്കിനോ. സോ ഇൻ എ വേ ഇറ്റ് ഹെൽപ്സ് യു ടു ഗിവ് യുവർ ബെസ്റ്റ് ബാക്ക് ആൻഡ് ഓൾസോ റിയാക്ട്. പക്ഷെ നമ്മൾ കട്ടയ്ക്ക് നിൽക്കണം എന്നുണ്ടെങ്കിൽ പുള്ളി ചെയ്യുന്നതിൻ്റെ ഒപ്പം നമ്മൾ നില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കിഷോർ എന്ന് പറഞ്ഞാൽ ഇതായി പോകത്തില്ലേ. അപ്പം നമ്മൾ വി ഹാവ് ടു ഡു ഇറ്റ്. പിന്നെ ഡയറക്ടർ ഒന്ന് ലൈക്ക് ഇത് സീൻ ഇതാണ് എല്ലാം പറഞ്ഞു തന്നു കഴിഞ്ഞാലും അത് കഴിഞ്ഞിട്ടുള്ളതാണെങ്കിലും ഈ പറഞ്ഞ പോലെ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ലൈക്ക് റിഹേഴ്സൽസ് ഉണ്ടല്ലോ. റിഹേഴ്സലിൻ്റെ ടൈമിലാണെങ്കിലും എല്ലാം ഇപ്പോൾ എന്തെങ്കിലും നമുക്കൊരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഗോപിച്ചേട്ടൻ പറയും അല്ല ഇതിങ്ങനെ അല്ലെങ്കിൽ അതിങ്ങനെ എന്നൊക്കെ വെരി സപ്പോർട്ടീവ്. അപ്പോൾ അങ്ങനെയുള്ള ഇതിൽ ഐ ഹാവ് ഗോട്ട് ഓൾ മൈ കോ ആർട്ടിസ്റ്റ് ഹു വർക്ക് വിത്ത് മീ ലൈക്ക് ദേ ഹാവ് ബീൻ വണ്ടർഫുൾ. ലൈക്ക് ആരുടെയും കൂടെ എനിക്കൊരു പ്രശ്നമോ അല്ലെങ്കിൽ നമുക്ക് എസ്പെഷ്യലി എനിക്ക് വേണിച്ചേട്ടനൊക്കെ ആണെങ്കിൽ ലൈക്ക് ഐ ഫീൽ സോ കംഫർട്ടബിൾ. ആൻഡ് ലൈക്ക് ഈ മർമ്മരത്തിൽ തന്നെയാണെങ്കിൽ നെടുമുടി വേണിച്ചേട്ടൻ സാറും ഞാൻ മ്യൂസിക് ടീച്ചറാണ്. മ്യൂസിക്കിൻ്റെ 5 അയലക്കത്തൂടെ എനിക്ക് വലിയ മ്യൂസിക് കേൾക്കും അതൊക്കെയാണ്. ബട്ട് ഐ എം നോട്ട് വെരി ഒരു ചിലർക്ക് മ്യൂസിക് ഭയങ്കര ഇതുണ്ട്. അപ്പം ഞാൻ ഡാൻസ് സെക്ഷൻ ഓക്കെ, പക്ഷെ മ്യൂസിക് അതിലൊരു പാട്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ പാടേണ്ടത്. മ്യൂസിക് ടീച്ചറാകുമ്പോൾ പാട്ട് പാടി. അപ്പം വേണിച്ചേട്ടനും അരവിന്ദൻ സാറും അല്ല ഭരതൻ സാറും വെരി മ്യൂസിക്കലി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പം പറയും ലൈക്ക് എല്ലാം ഹെൽപ്പ് ചെയ്യുന്നത് ദേ ഹെൽപ്പ് മീ എ ലോട്ട് ഇൻ ദാറ്റ്. ആൻഡ് അതിൽ ഒരു നവരാത്രി സീസണിലുള്ളൊരു അവരുടെ വീട്ടിൽ പോകുമ്പോഴത്തേക്കും ഞാൻ പാട്ട് പാടുന്നു, വേണിച്ചേട്ടൻ്റെ അനിയത്തിയായിട്ട് ആക്ട് ചെയ്യുന്ന കുട്ടി വീണ വായിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു പാട്ട് ഞാൻ പാടുന്നേക്കാളും ഞാൻ വീണ വായിച്ചോളാം. ഓക്കെ അങ്ങനെ. അപ്പോൾ ആരോഹണം അവരോഹണം ഞാൻ അതെന്തുവാണാവോ ഒന്ന് മേളിലോട്ടോ ഒന്ന് താഴോട്ടോ എന്നറിയാം. ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല,
അപ്പ് ആൻഡ് ഡൗൺ പറയാം. വീണയിൽ അപ്പും പോകണം ഡൗണും പോകണം. ഞാനിപ്പോൾ വീണ പഠിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് ഇച്ചിരി അറിയാം. അപ്പം വലിയ കാര്യത്തിൽ ഭയങ്കര വീണ എന്താണ് വിദുഷി പോലെയൊക്കെയാണ് ഞാൻ. പക്ഷെ അപ്പോൾ ഇവർ ഒരാൾ അപ്പും ഡൗണും പറയുമ്പോഴാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള എക്സ്പീരിയൻസും എനിക്ക് ഉണ്ട്. സോ ദാറ്റ് വേണിച്ചേട്ടൻ മ്യൂസിക്കലി ഇതായതുകൊണ്ട് നല്ല ഒരു എന്താണ് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് വെരി കംഫർട്ടബിൾ, ലൈക്ക് ഹെൽപ്ഫുൾ, കംഫർട്ടബിൾ. സോ ഐ ഫീൽ ലൈക്ക് നേരത്തെ പറഞ്ഞ പോലെ ഐ വാസ് ബ്ലെസ്ഡ് ടു വർക്ക് വിത്ത് സച്ച് ആർട്ടിസ്റ്റ് ആൻഡ് സച്ച് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇമേജിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ കമ്മ്യൂണിസ്റ്റ് സിനിമയിൽ വന്നപ്പോൾ ഈ ഇമേജ് അതൊരു ലിമിറ്റേഷൻ ആയിരുന്നു, അത് ഏതെങ്കിലും രീതിയിൽ എൻജോയ് ചെയ്ത് അല്ല. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഐ ഗോട്ട് ക്യാരക്ടേഴ്സ് ലൈക്ക് ഈ ദുഃഖപുത്രി ക്യാരക്ടേഴ്സാണ് എനിക്ക് കൂടുതൽ ചെയ്തിരിക്കുന്നത്. പക്ഷെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ ചില ക്യാരക്ടേഴ്സ് ആകുമ്പോൾ നമുക്കൊരു ഫസ്റ്റ് ഹാഫോ അല്ലെങ്കിൽ ഒരു പകുതി നമുക്കൊരു ഹാപ്പി ആയിട്ടും നമ്മൾ ചിരിച്ചും കളിച്ചും നടക്കുന്നത്, പിന്നെ വരുമ്പോഴത്തേക്കും ഒരു സങ്കടം വരുന്നത്, അങ്ങനെ വന്നിട്ടുണ്ട്. ബട്ട് ലൈക്ക് അതല്ലാതെ ലൈക്ക് ദോസ് ആർ ദ ക്യാരക്ടേഴ്സ് വിച്ച് ഐ ഹവ് ഗോട്ട് ആൻഡ് ഐ ഡിഡ്ന്റ് ആ ഒരു സമയത്ത് എനിക്ക് ലൈക്ക് ഇന്നത് ചെയ്യണം അല്ലെങ്കിൽ ഇത് ചെയ്താൽ നന്നായിരിക്കും, ഐ ഡോണ്ട് നോ, ലൈക്ക് ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല. മൈറ്റ് ബി ചിലപ്പോൾ ആവുമായിരിക്കും. കോമഡി ഒന്നും ഞാൻ ചെയ്തിട്ടേ ഇല്ല. സോ ഐ ഡോണ്ട് തിങ്ക് സോ. പക്ഷേ ഇതിൽ മണ്ടന്മാർ ലണ്ടനിൽ സത്യേട്ടൻ്റെ പടത്തിൽ ദാറ്റ് ഇസ് ലൈക്ക് ഒരു ഫുൾ കോമഡി എന്നുള്ളൊരു മട്ടം, ആ ലൈറ്റ് റോളാണ്. അപ്പോൾ അതിലാണെങ്കിൽ കുറേ തമാശയൊക്കെ ഉണ്ട്. സോ ലൈക്ക് ഫിലോമിനെ ചേച്ചിയായിരുന്നു എൻ്റെ അമ്മയായിട്ട്. അപ്പം വന്നിട്ട് ഇവിടെ ഒരു കുത്തിയിട്ട് ഒരു നീ കണ്ണുപെടേണ്ട അങ്ങനെയൊക്കെ പറയാം, പോ അമ്മേ അങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട്. സോ ലൈറ്റർ മൂമെൻറ്റ്സ് ഓൾസോ ചില ഫിലിംസ് വന്നിട്ടുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് ബേസിക്കലി എനിക്ക് തോന്നുന്നു ആ ഒരു ഇമേജോ എങ്ങനെയോ ആ ക്യാരക്ടേഴ്സ് കുറേ അങ്ങനെ ചെയ്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഉള്ള ഒരു ആണെന്ന് തോന്നുന്നു. ബട്ട് എനിക്കത് ലൈക്ക് ഐ ഡിഡ്ന്റ് ഫീൽ ലൈക്ക് ഓ ഇത് മാത്രമേ കിട്ടുന്നുള്ളൂ, അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടേ ഇല്ല. കിട്ടുന്ന കഥാപാത്രം നന്നായിട്ട് ചെയ്യണം. ലൈക്ക് കുറേ നല്ല കഥാപാത്രങ്ങൾ കിട്ടിയല്ലോ. സോ ദാറ്റ് വാസ് ദ മെയിൻ തിങ്. ആൻഡ് അപ്പോൾ അന്നേരം നമ്മൾ ഇത്രയും പടങ്ങൾ ചെയ്തപ്പോൾ ഐ ഡിഡ്ന്റ് റിയലൈസ് ദാറ്റ് അത് കഴിഞ്ഞിട്ട് ഈ പടങ്ങളൊക്കെ ഇപ്പോഴും യവനിക ഇസ് ലൈക്ക് ഒരു മാസ്റ്റർ പീസ് എന്നല്ലേ എല്ലാവരും പറയും. അപ്പോൾ എന്നെ വന്ന് ഒരു 25 വർഷത്തിന് ശേഷം മഹേഷ് നാരായണൻ വന്ന് കാണുമ്പോഴത്തേക്കും എന്നെ വിളിക്കുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ വിളിക്കുമ്പോൾ ഐ വാസ് ഹാപ്പി ദാറ്റ് പുള്ളി വിളിച്ചത് എൻ്റെ മോൾ കാണുന്നത്. ബിക്കോസ് മൈ ഡോട്ടേഴ്സ് ഓൾസോ ലൈക്ക് ഫീൽഡിലേക്ക് ഇറങ്ങണം എന്നുള്ള ആ ഒരു സമയത്താണ് വിളിച്ചത്. ഞാൻ ദേവിക്കല്ല ചേച്ചിക്കാണെന്ന് പറഞ്ഞു. ഓ എനിക്കാണോ? അപ്പോൾ ഒന്ന് കണ്ടിട്ട് സ്ക്രിപ്റ്റ് തന്നെ ദാറ്റ്സ് ദ ഫസ്റ്റ് ടൈം ഐ ടെൽ എവരിബഡി ദാറ്റ് സ്ക്രിപ്റ്റ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഒരു ഫുൾ സ്റ്റോറി ഞാൻ വായിക്കുന്നത്. വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് എൻ്റെ ദൈവമേ ഇത്രയും ക്യാരക്ടേഴ്സ്, ഇത്രയും മഹേഷിൻ്റെ തല എന്തുമായിരിക്കും, ഒരു പരിവാവില്ല, ഇത് ഇത്രയും ഒരു വാസ്റ്റ് ക്യാൻവാസ് ഉള്ളൊരു പടമല്ലേ അത്. അപ്പോൾ വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു എനിക്ക് അറിയില്ല എനിക്കിത് ചെയ്യാൻ പറ്റുമെന്ന്. അതെന്താ ചേച്ചി അങ്ങനെ പറയുന്നത്? ഇവനെയൊക്കെ എത്ര പ്രാവശ്യം ഞങ്ങൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഉള്ള എൻ്റെ മനസ്സിൽ ഇത് ചേച്ചിയാണ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു എന്നിട്ടും എനിക്കൊരു ഇതായിരുന്നു പറ്റുമോ എന്നുള്ളത്. ഫസ്റ്റ് ടൈം ഞങ്ങൾ കൊച്ചിയിലായിരുന്നു ഷൂട്ടിങ്. ഞാൻ പോയിട്ട് മേക്കപ്പൊക്കെ ഇട്ടിട്ട് ഷോട്ടിന് പോകുമ്പോഴത്തേക്കും ഞാൻ ചേച്ചി റെഡിയല്ലേ, ഞാൻ ഈ നഴ്സറിയിലേക്ക് വന്ന എഫക്റ്റാണ് എനിക്ക്. ചേച്ചി ഇത്രയും വർഷം ഞാൻ വിട്ട് നിന്ന് കഴിഞ്ഞിട്ട് പുതിയൊരു സ്റ്റെപ്പല്ലേ, ചേച്ചിയാണോ ഈ പറയുന്നത് പറഞ്ഞിട്ട് ലൈക്ക് ഹി വാസ് ലൈക്ക് സപ്പോർട്ടിങ് യു. ദെൻ വൺസ് യു സ്റ്റാർട്ട് വർക്കിംഗ് ലൈക്ക് ഓഫ് കോഴ്സ് ക്യാരക്ടർ ആവുന്നു, പിന്നെ ഡയലോഗ്സും ഇതും ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്കും നാച്ചുറലി യു ഹാവ് ടു ഇമോട്ട് ആൻഡ് വരുന്നല്ലോ. അപ്പോൾ അങ്ങനെയായിരുന്നു ആ ഒരു. അപ്പോഴും ഞാൻ ഓർത്ത് ഈ യവനികയുടെ കാര്യം ഇത്രയും പറയാം എത്രയോ പ്രാവശ്യം. ഇപ്പം ഞങ്ങൾക്കൊക്കെ സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും യവനികയൊക്കെയാണ് നമുക്ക് മുമ്പിൽ വരുന്നത്. സോ അങ്ങനെയൊക്കെ പറയുമ്പോൾ യു ഫീൽ ലൈക്ക് യു ആർ റിയലി പ്രൗഡ് ദറ്റ് യു ആർ ബീങ് എ പാർട്ട് ഓഫ് സച്ച് എ ഫിലിം അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കുറേ ഫിലിംസ് ചെയ്യാൻ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഞാനത് ഐ വുഡ് റിയലി സേ ഇറ്റ്സ് എ ഡിവൈൻ ബ്ലെസ്സിങ്ങിനെ ഞാൻ പറയുള്ളൂ. ഇങ്ങനെയുള്ള കുറേ ക്യാരക്ടേഴ്സ് ഓഫ് കോഴ്സ് ഐ ഹവ് ഡൺ സം അതർ റോൾസ് ഓൾസോ, എല്ലാം ഞാൻ പറയുന്നില്ല. ബട്ട് സ്റ്റിൽ അതിൽ കുറേ ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ദോസ് ആർ ദ ക്യാരക്ടേഴ്സ് വിച്ച് ക്യാൻ നോബഡി ഇപ്പോഴും ജലജ അറിയപ്പെടുന്നു. ഇപ്പോൾ ഞാൻ പൊങ്കാല ഇടാനായിട്ട് ഒരു ഫ്യൂ ഇയേഴ്സ് ബാക്ക്, ഇന്നലെ ഞാൻ എൻ്റെ സിസ്റ്ററിൻ്റെ അടുത്ത് പറയായിരുന്നു പൊങ്കാല ഇടാൻ പോകുന്നു. ഒരു ഫ്യൂ ഇയേഴ്സ് ബാക്ക് ഒരു വീട്ടിൽ പോയാണ് ഞാൻ ഇട്ടത്. അപ്പം അവിടുത്തെ വീട്ടുകാരൻ പറയാൻ അയ്യോ മിനിഞ്ഞാന്നാണ് ഞങ്ങൾ ശാലിനി എൻ്റെ കൂട്ടുകാരിയിലെ മാഡത്തിനെ കണ്ടത്. സോ ആ ഓരോ ക്യാരക്ടേഴ്സും ആ ക്യാരക്ടേഴ്സിൻ്റെ എനിക്കറിയില്ല എങ്ങനെ പറയേണ്ടത്. ബിക്കോസ് ഓഫ് ദോസ് ക്യാരക്ടേഴ്സ് ഐ എം സ്റ്റിൽ ഇൻ ദ പീപ്പിൾസ് ഹാർട്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. സോ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ഓരോന്ന് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ശാലിനിയുടെ കൂട്ടുകാരി പറഞ്ഞതുകൊണ്ട് തന്നെ ഈ ശോഭയുമായിട്ട് ഏറ്റവും കൂടുതൽ ഒരു മാസം ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്ത ആളാണ്.
I didn't know that she was going through this. I didn't know because she was such a സ്വീറ്റ്, ഒരു വെരി ഹാപ്പി. ലൈക്ക് ഞങ്ങൾ ഒരു മാസം ഒരുമിച്ച് ഞങ്ങൾ അളകാപുരിയിലാണ് താമസിച്ചത്, കോഴിക്കോട്. അവിടെ ഗുരുവായൂരപ്പൻ കോളേജായിരുന്നു ഷൂട്ടിങ്ങും ഒക്കെ. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ ഞങ്ങൾ രണ്ടുപേരും പോണു. എന്താ വെച്ചാൽ മോസ്റ്റ് ഓഫ് ദി സീൻസ് ഞങ്ങൾ രണ്ടുപേരും ആണല്ലോ. പോണു, ഇല്ലാത്ത സിനിമ, ഐ മീൻ വർക്ക് ഇല്ലാത്ത ദിവസം ഞങ്ങൾ സിനിമ കാണാൻ പോവും, ഷോപ്പിങ്ങിന് പോവും, എല്ലാം ഉണ്ട്. ബട്ട് ഐ ഡിഡ്ന്റ് നോ ഷീ ഹാഡ് ഒരു ഇങ്ങനത്തെ ഒരു സൈഡ്, ഐ മീൻ ഒരു വിഷമമുള്ള ഒരു കുട്ടിയാണെന്ന് ഞാൻ ഒരിക്കലും അറിഞ്ഞില്ല. ബിക്കോസ് ലൈക്ക് ഇത് കഴിഞ്ഞിട്ടൊരു 4-5 മാസം കഴിഞ്ഞിട്ടാണ് ഐ മീൻ ഇത് നടക്കുന്നത്. അപ്പം ലൈക്ക് ബിക്കോസ് അന്നൊക്കെ പേപ്പർ രാവിലെ വന്ന് പേപ്പർ ഇങ്ങനെ എടുക്കുമ്പോഴാണ് ഫ്രണ്ട് പേജിൽ ഇത് കാണുമ്പോൾ ഇറ്റ് വാസ് ലൈക്ക് ടോട്ടലി എ ഷോക്ക് എന്ന് പറഞ്ഞാൽ പോലെ. ഐ കുഡൻ ഈവൻ ബിലീവ് ഇറ്റ്. ലൈക്ക് ഇറ്റ് വാസ് ടോട്ടലി എന്ന് വെച്ചാൽ, ഒന്ന് ഇത്രയും കഴിവുള്ള ഒരു കുട്ടി, അതൊന്ന്. പിന്നെ രണ്ടാമത് ഇത്രയും നമ്മൾ ഒരു മാസം നമ്മൾ കൂടെ നടന്നിട്ട്, യു സി ലൈക്ക് യു ഡോ, ഓഫ് കോഴ്സ് ഇറ്റ്സ് എ പേഴ്സണൽ തിങ്, യു വോണ്ട് ടു ഷെയർ വിത്ത് സംബഡി, യു വിൽ ഷെയർ. ബട്ട് എനിക്കങ്ങനെ ഒരു ഇൻക്ലിങ് പോലും ഇല്ല അവർക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു, എനിക്ക് ഒരിക്കലും ഐ കാൺ അക്സെപ്റ്റ് ഇറ്റ്. ആ സമയത്തെന്ന് പറയുമ്പോഴത്തേക്കും അയ്യോ എന്തിനത് ചെയ്തു, ലൈക്ക് ഇപ്പം അങ്ങനെ ഒരു ഐ ഡോണ്ട് നോ ദ റീസൺ, ഇപ്പോഴും എനിക്കറിയില്ല. സോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇസ് ഡെത്ത് ദ ഓൺലി റീസൺ യു ക്യാൻ ലൈക്ക് ഫിനിഷ്ഡ്, യുവർ ലൈഫ് ഇസ് ഗോൺ ഫോർ എവർ. അല്ല, ഒരു വലിയൊരു എന്താ പറയാൻ പറ്റാത്തൊരു ഫീലിംഗ് ആണത്. ഈ കോൺവെർസേഷനിടയിൽ തന്നെ പലവട്ടം മാം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അതായത് ഒരു റോള് ചെയ്യുമ്പോൾ ആ റോളിൻ്റെ സീരിയസ്നെസ് അല്ലെങ്കിൽ ആ ഒരു സിനിമയിൽ ഇപ്പം നേരത്തെ ഒരു ആക്ടറിനെ മീറ്റ് ചെയ്യുന്ന ക്യൂരിയോസിറ്റിയാണ് കൂടുതലും ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞില്ല. പക്ഷെ മാമിൻ്റെ കരിയറിൻ്റെ ഒരു വളരെ ബിഗിനിങ് സ്റ്റേജിലാണ് ഒരു സ്റ്റേറ്റ് അവാർഡൊക്കെ വരുന്നത്. അതെ. അപ്പോൾ എങ്ങനെയായിരുന്നു ആ സമയത്ത് ഒരു ഫീലിംഗ്, ഒരു സ്റ്റേറ്റ് അവാർഡിൻ്റെ ഒരു ഇത്രയും ഒരു വലിപ്പം, അതിനെയൊക്കെ എങ്ങനെയാണ് കോംപ്രഹെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഞാൻ പറഞ്ഞ പോലെ ആ പടം എനിക്ക് വന്ന പടമല്ല. സോ അതേ എനിക്കൊരു ബോണസാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മറ്റേ എം.പി. ശ്രീനിവാസൻ സാർ പറഞ്ഞപ്പോഴും ലൈക്ക് ഐ ഡിഡ്ന്റ് എക്സ്പെക്റ്റ്, വെരി ഫ്രാങ്ക്ലി ഐ ഡിഡ്ന്റ് എക്സ്പെക്റ്റ് എൻ അവാർഡ് അറ്റ് ഓൾ. തന്ന പടം, ലെനിൻ സാറിൻ്റെ പടം ചെയ്തു, പടം നന്നായിട്ട് വന്നു. ഞങ്ങൾ ആ സമയത്തൊക്കെ നമ്മൾ തിയേറ്ററിൽ പോയിട്ട് അച്ഛൻ, അമ്മ, ഞങ്ങൾ ഐ ഗോട്ട് സിബ്ലിങ്സ് എന്നോ, അപ്പോൾ എല്ലാവരും കൂടെ പോയാൽ കാണുന്നതൊക്കെ. അപ്പോൾ കണ്ടു വന്നു എന്നല്ലാതെ, അപ്പോൾ ഓരോരുത്തരും അന്നേരം വിളിച്ച് പറയാനൊന്നുമില്ലല്ലോ. എവിടെയെങ്കിലും ഒരു ഇതിൽ ലൊക്കേഷനിൽ എവിടെയെങ്കിലും നന്നായിരുന്നു പടം, വേനൽ നന്നായിട്ട് ചെയ്തിരുന്നു എന്നൊക്കെ ഉള്ളത് പറഞ്ഞിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് അവാർഡ് കിട്ടിയെന്ന് പറയുമ്പോഴത്തേക്കും ഓഫ് കോഴ്സ് ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ appreciation of what you have done. So naturally I was very happy about it. അതല്ലാതെ പിന്നെ ഞാനും വേണിച്ചേട്ടനുമായിരുന്നു പ്രാവശ്യം അവാർഡ്. വേണിച്ചേട്ടൻ ഏത് പടവും ഞാൻ ഓർക്കുന്നില്ല. വേണിച്ചേട്ടൻ ഞങ്ങൾ രണ്ടുപേരുമായിരുന്നു. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ തേക്കടിയിൽ ഒരു ഷൂട്ടിങ്ങിന് പോയിരിക്കുകയായിരുന്നു. ആ ഷൂട്ടിങ്ങിൻ്റെ സ്ഥലത്തു നിന്നാണ് ഞാൻ ഇതിന് വരുന്നത്. അപ്പം അന്നേരം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ അല്ലല്ലോ, ഇറ്റ്സ് ഒരു ചെറിയൊരു ഫങ്ഷൻ എന്നുള്ള ഇതേ ഉള്ളൂ. പക്ഷെ നമുക്കൊരു ഇത് കിട്ടുന്നു എന്ന് പറയുമ്പോൾ എത്രയായാലും അതിൻ്റെ ഒരു സന്തോഷം ഇറ്റ്സ് ഡെഫിനറ്റ്ലി ഇത് ആ ഒരു ഇത്. പക്ഷെ അതിന് മുമ്പേയും എനിക്ക് ലൈക്ക് എന്നുവെച്ചാൽ ആരോ ഒരാൾ 1-2 പേരിങ്ങനെ പറഞ്ഞു കേട്ടത് ജലജയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടേണ്ടതായിരുന്നു, ഇതിനല്ല വേറെ 2 പടത്തിന്. പക്ഷെ അത് നമ്മുടെ മലയാളികൾ തന്നെ അതിൻ്റെ ആൾക്കാർ. സോ അവരൊരു ഇപ്പം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ജലജ. അപ്പം ജലജയ്ക്ക് ഇപ്പോഴേ കൊടുക്കേണ്ട, മീൻസ് ലൈക്ക് മൈറ്റ് ബി ലേറ്റർ ഓൺ എന്നുള്ളത്. അപ്പം വേറൊരാൾ പറഞ്ഞതാണെങ്കിൽ എൻ്റെ അടുത്തുള്ളൊരു ഇതായിരിക്കാം ചിലപ്പോൾ ജലജയ്ക്ക് കിട്ടുന്നത്, അതറിയില്ല. എനിക്ക് കിട്ടേണ്ട കാര്യം എനിക്ക് അങ്ങനെയുള്ളൊരു കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ മോളുടെ അടുത്ത് അത് എപ്പോഴും പറയുന്നത്, നമുക്ക് കിട്ടാനുള്ളതാണെങ്കിൽ നമുക്കത് വരും, എങ്ങനെയെങ്കിലും തരും. ഈവൻ മർമരം വാസ് നോട്ട് ഫോർ മീ എന്നല്ല, മർമരത്തിൻ്റെ ഷൂട്ടിംഗ് പോലും ഞാൻ ചെന്നൈയിലിരിക്കുമ്പോഴാണ് ഭരതൻ സാറ് വരുന്നത്. അപ്പോൾ അങ്ങനെ പുതിയ പടമുണ്ട്. അപ്പോൾ ഡേറ്റ് നോക്കുമ്പോഴത്തേക്കും ഒരു ഡേറ്റ് പറഞ്ഞുതരാൻ ഒരു സമയം പറഞ്ഞായിരുന്നു, ഒരു മന്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ സാർ ഞാൻ വേറൊരു പടത്തിന് ഞാൻ ഡേറ്റ് കൊടുത്തു. അയ്യോ ജലജ ഈ ഡേറ്റ് ആണല്ലോ വേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു സാർ ഇപ്പം ഞാൻ എനിക്ക് ആദ്യത്തെ ഒരു ഈ വേനലിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണെങ്കിൽ ഞാൻ ഐ സെഡ് സാർ ഞാൻ ഡേറ്റ് കൊടുത്തു പോയി, വാട്ട് എവർ ഇറ്റ് ഇസ്, ഞാൻ ഒരാൾക്ക് ഡേറ്റ് കൊടുത്തു, ഐ കാൺ ജസ്റ്റ് ബാക്ക് ഔട്ട് ഫ്രം ഇറ്റ്. ആൻഡ് ഐ ഹാവ് ടു കമ്മിറ്റഡ് ആണ്. അപ്പോൾ അതെനിക്ക് ചെയ്യാൻ പറ്റില്ല. ഐ എം വെരി സാഡ് ദാറ്റ് ഐ എം നോട്ട് ഏബിൾ ടു. സാറിൻ്റെ നെക്സ്റ്റ് ഫിലിമിൽ എന്തായാലും എന്നെ വിളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ സങ്കടപ്പെട്ട് തന്നെയാണ് പറഞ്ഞതും. അപ്പോൾ അത് കഴിഞ്ഞ് പോയി. പിന്നെ അപ്പം ഞാൻ ചെന്നൈ ഷൂട്ടിങ്ങാണ്. പിന്നെ ഇത് കുറേ മാസങ്ങൾ കഴിഞ്ഞിട്ട് വീണ്ടും ചെന്നൈയിൽ ഞാൻ ഒരു ഡബ്ബിങ്ങിന് പോയിരുന്നപ്പോഴത്തേക്കും സാറിനെ വീണ്ടും കാണുന്നു. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ചോദ്യം, മർമരങ്ങൾ കഴിഞ്ഞോ? മർമരങ്ങളല്ല, മർമരം.
അതെങ്ങനെ കഴിയാനാണ്? അപ്പോൾ ഞാൻ ചോദിച്ചു അതെന്താണ്, ഷൂട്ടിംഗ് ഫെബ്രുവരിയിലായിരുന്നുള്ളൂ, അപ്പോൾ കഴിഞ്ഞില്ലേ? അത് ജലജയ്ക്കുള്ളതല്ലേ. അപ്പം അത് അപ്പം ശരിക്കും പറഞ്ഞാൽ അവർ ഷൂട്ടിങ്ങിന് മാട്ടുപ്പെട്ടിയിലാണ് ഷൂട്ടിങ് പോയപ്പം ഈ ആക്ട്രസ് വന്ന് സുഖമില്ലാതായി. സോ ദേ ഹാഡ് ടു പാക്കപ്പ്. അപ്പോൾ പാക്കപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ളവരുടെ ഡേറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കണം. എല്ലാം കൂടെ നോക്കി വന്നപ്പോഴത്തേക്കും അവർ ഏപ്രിൽ മെയ് ആണ്. ഞാൻ പറയും ഏപ്രിൽ മെയ് ആകുമ്പം ഞാൻ ആർക്കും ഡേറ്റ് കൊടുക്കുന്നില്ല, എൻ്റെ BA എക്സാംസാണ്. സോ ആ ഒരു ഏപ്രിൽ മെയ് ആ സമയം വന്ന് നമുക്ക് നമ്മുടെ എക്സാം ടൈമല്ലേ, ഞാൻ ആർക്കും ഡേറ്റ് കൊടുക്കാറില്ല. ലൈക്ക് എവറി ഇയർ ഞാൻ ആ പഠിച്ച് പരീക്ഷ എഴുതണം എന്നുള്ള ഇതിൽ. സാറിൻ്റെ അപ്പം ജലജ ആലോചിക്കും, ഇതിപ്പം വീണ്ടും ജലജെടുത്ത് വന്നിരിക്കുകയാണ്, ഇറ്റ്സ് അപ് ടു യു എന്ന് പറയും. എങ്ങനെയായിരുന്നു ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛൻ അപ്പോൾ അച്ഛൻ പറഞ്ഞു നിനക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ സെപ്റ്റംബറിൽ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ നിനക്ക് പരീക്ഷ എഴുതാനായിട്ട്. അപ്പം അത് ശരിയാണല്ലോ, അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പം സാറിൻ്റെ അടുത്ത് പറഞ്ഞു, സാർ ഞാനത് ചെയ്യാം, ജലജയ്ക്ക് വേണ്ടിയുള്ള റോളാണ്, അതാണ് ജലജയെടുത്ത് തിരിച്ചു വന്നത്. സോ അതും ഈ പറഞ്ഞ പോലെ ലക്കിലാണ് എനിക്ക് തിരിച്ച് കിട്ടിയത്. സോ ദീസ് 2 റോൾസ് ഐ വുഡ് സേ ലൈക്ക് എൻ്റെ ജീവിതത്തിൽ ലൈക്ക് ഓരോ നാഴികക്കല്ലായിട്ട് തന്നെ ഞാൻ പറയും. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിലിംസും ഈ പറഞ്ഞ പോലെ കറങ്ങി തിരിഞ്ഞ് എൻ്റെ കയ്യിൽ തന്നെ വന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു എന്താ എങ്ങനെ പറയുക അതിന്, യോഗം. അതെ, താങ്ക് യു. സ്ക്രിപ്റ്റ് തന്നു എന്ന് പറഞ്ഞു. അതെ. അതിന് മുന്നേ തങ്ങളുടെ ഈ ഒരു കരിയറിൽ 2 കാര്യങ്ങൾ, ഒന്ന് അതിന് മുന്നേ ഈ മാസ്റ്റേഴ്സ് ഒക്കെ അപ്രോച്ച് ചെയ്യുമ്പോൾ അവരെങ്ങനെയാ റോൾസ് എന്താണെന്ന് പറയുകയാണോ ചെയ്യാറ്? അതെ, ഇപ്പോൾ അടൂർ സാറിൻ്റെ വന്ന് ലൈക്ക് സാറിൻ്റെ വീട്ടിലാണ് വരുന്നത്. അപ്പം സാറാണെങ്കിൽ ഫുൾ സ്റ്റോറി ഇങ്ങനെ 3 ക്യാരക്ടറും ലൈക്ക് ഇങ്ങനെ 3 സിസ്റ്റേഴ്സാണ്, ഒരു ബ്രദറ്, ഒരു നായർ തറവാട്, അതിൽ ലൈക്ക് ഒരു ബേസിക് ഔട്ട്ലൈൻ പോലെ പുള്ളി പറഞ്ഞിരുന്നു. സോ യു ആർ എ ബോൾഡ് ക്യാരക്ടർ, അങ്ങനെ ഉള്ളൊരു, അതുകൊണ്ട് കരച്ചിലില്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞത്. അതേപോലെ തന്നെ ജോർജ് സാറിൻ്റെ ആണെങ്കിലും ഇതായിട്ട് പറഞ്ഞു. പിന്നെ എനിക്ക് സ്റ്റോറിയായിട്ട് ഫുൾ പറഞ്ഞത് പത്മരാജൻ സാറാണ്, ശാലിനീൻ്റെ കൂട്ടുകാരി. ആൻഡ് ആ കഥ കേട്ട് കഴിയുമ്പോൾ ആക്ച്വലി ലിറ്ററലി മൈ ഐസ് വർ ഫിൽഡ്. ബിക്കോസ് ലൈക്ക് നമ്മൾ ലാസ്റ്റ് ശോഭ എന്താ വെച്ചാൽ ഇത്രയും ഡിയർ ഫ്രണ്ട്സായിട്ട് ശോഭയ്ക്ക് ഇങ്ങനെ വന്നിട്ട് മരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നമുക്ക് വളരെ ടച്ചിങ് ആയിട്ട്. സോ കഥ അപ്പോൾ അത്രയും ഫുള്ളായിട്ട്, ബാക്കിയുള്ളവരാണെങ്കിൽ ഇപ്പോൾ ഇതിൽ സുകുമാരൻ്റെ നായിക അല്ലെങ്കിൽ അവരുടെ നായിക അല്ലെങ്കിൽ മകള് ഇങ്ങനെന്നുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും വരിക. അപ്പം സ്റ്റോറി ഫുൾ അറിയില്ല, ഒരു ഊഹം എന്നുള്ളത് പറഞ്ഞിട്ട് ഉള്ളതേ ഉള്ളൂ, അല്ലാതെ ഫുൾ അറിയില്ല. അപ്പം മഹേഷിൻ്റെ ഇത് വന്നപ്പോഴാണ് എനിക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ ആ സമയത്ത് ഈ സ്ക്രിപ്റ്റിൻ്റെ കാര്യം നമുക്ക് അറിഞ്ഞൂടല്ലോ, കഥ പറയുന്നു എന്നല്ലാതെ. സോ ഓഫ് കോഴ്സ് സ്ക്രിപ്റ്റ് ഉണ്ടെന്നറിയാം, പക്ഷെ അത് നമുക്ക് തരുമോ അങ്ങനെയുള്ളൊരു ഐ എം ലൈക്ക് ടോട്ടലി ലൈക്ക് ഒരു നമ്മൾ ഇപ്പോഴത്തെ രീതിയല്ല ഇത്. ലൈക്ക് നിയർലി 40 years മുമ്പെയാണ് തമ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർക്ക് സ്ക്രിപ്റ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അവർ നോക്കിയിട്ട് നമ്മുടെ അടുത്ത് പറയുന്നത് നമ്മൾ ചെയ്യുന്നു. അല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ എനിക്ക് സ്ക്രിപ്റ്റ് വേണം വായിക്കട്ടെ നമ്മൾ ചോദിക്കുന്നില്ല. ബിക്കോസ് വി ഡിഡ് ഹാവ് ദ നീഡ് ടു ആസ്ക്, ബിക്കോസ് യു ആർ കമ്മിങ് ആൻഡ് ടെല്ലിങ് മീ വാട്ട് ടു ഡു. ഡയലോഗ് ഉള്ളത് പറഞ്ഞു തരുന്നു, അല്ലെങ്കിൽ ചിലപ്പം ഇതാണ് ഡയലോഗ്, ചിലപ്പോൾ കുറച്ച് നീളമുള്ളതാണ്, ഇതാ വായിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഒരു പേജ് എടുത്ത് തരും. നമ്മൾ ഫുള്ളിരുന്ന് കാണാതെ പഠിച്ച്, പിന്നെ പ്രോംപ്റ്റിംഗ് ഉണ്ടെങ്കിൽ പ്രോംപ്റ്റിംഗ് കാണും, ഇല്ലെങ്കിൽ നമ്മൾ ഏകദേശം ഒന്ന് കാണാതെ പഠിക്കും. ഒരു ഊഹത്തിന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രോംപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേർഡ്സ് ഇടയ്ക്കൊന്നും നമുക്ക് കിട്ടുമല്ലോ അങ്ങനെ പറയാനായിട്ട്. അതർവൈസ് ലൈക്ക് നമുക്ക് ആ സ്ക്രിപ്റ്റിൻ്റെ ഒരു ഇത് വരുന്നില്ല, ബിക്കോസ് യു ഡോണ്ട് ഗെറ്റ് ദ ഫുൾ സ്റ്റോറി. നമ്മൾ തിയേറ്ററിൽ പോയി കാണുമ്പോഴായിരിക്കും ഓ ഇങ്ങനെയായിരുന്നു അല്ലേ എന്നുള്ളത് നമ്മളെ അറിയുന്നത്. സോ അങ്ങനെയുള്ള ഇത് വരുന്നുണ്ട്. അഡീഷണൽ ആയിട്ടുള്ള സജഷൻസ് എന്ന് പറയുന്നത്, അത് കൂടുതലും സജഷൻസ് എനിക്ക് സത്യമായിട്ടും വന്നിട്ടുള്ളത് ഇതിലാണ്, യവനികയിലാണ്. ബിക്കോസ് നമ്മൾ ഇത്രയും ആർട്ടിസ്റ്റ് ഇല്ല. അപ്പം നമ്മൾ അത് ജഗതി ചേട്ടനൊക്കെ ആണെങ്കിൽ എൻ്റെ അമ്മ ഒരു രക്ഷയില്ല. അവരൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് നമുക്ക് ചേർക്കാം അല്ലെങ്കിൽ ഇത് പറയാം. സോ കുറച്ചൊരു ഇംപ്രൊവൈസേഷനും കുറച്ചൊരു ഇത് വരുന്നത് അതിൽ ഐ തിങ്ക് ബിക്കോസ് ഇത്രയും ഒരു കാസ്റ്റ് ഉള്ളതുകൊണ്ട് ഇറ്റ്സ് ലൈക്ക് ഒരു മ്യൂച്വൽ ഗിവ് ആൻഡ് ടേക്ക് പോലെ അതിൽ വരുന്നുണ്ട്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഇപ്പം ഞാൻ ഡയലോഗ് പറയുന്നു, ഇറ്റ്സ് എ ക്യാമ്പ്. അപ്പോൾ അതിലെല്ലാവർക്കും കൂടെ ഉള്ള ഒരു നമുക്കൊരു ഇൻട്രാക്ഷൻ വരുന്നുണ്ട്. സോ ദാറ്റ് വാസ് വൺ ഫിലിം വിച്ച് ഐ ഫെൽറ്റ് ലൈക്ക് കുറച്ചൊരു നമുക്ക് ഇംപ്രൊവൈസേഷനുള്ള സ്കോപ്പ് ഉണ്ടായിരുന്നു. ബാക്കിയെല്ലാം ഇവരുടെ എന്താണ് സ്ക്രിപ്റ്റ് അനുസരിച്ചിട്ടുള്ള ഡയലോഗ്സ്. ചിലപ്പോൾ ഡയലോഗ്സിൽ ചിലപ്പോൾ ഒരു വേർഡ് അങ്ങോട്ട് പോവുമോ ഇങ്ങോട്ട് പോകും, അത്
ഇറ്റ്സ് ലൈക്ക് നോർമൽ എന്നുള്ള ഇതിൽ ആരും അങ്ങനെ ഇപ്പം നമ്മളിപ്പം എന്തെങ്കിലും ഒരു നീണ്ട ഒരു ഡയലോഗിൽ ചിലപ്പോൾ അതിലൊരു വേർഡ് പോയാലും യു കൺവേ ദ തിങ് ദെൻ ഇറ്റ്സ് ഫൈൻ എന്നുള്ള മട്ടിൽ. അതിലിപ്പോൾ 2 വാക്ക് പോയതുകൊണ്ട് ആ ഹോൾ സെൻറ്റൻസിൻ്റെ അർത്ഥം പോകുന്നില്ല, അതിലൊരു 2 വേർഡ് മിസ് ചെയ്തുകൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇതിൽ നമുക്ക് അങ്ങനെയൊക്കെ പറ്റിയിട്ടുണ്ടെന്നല്ലാതെ അതിലും ഒരു തെറ്റായിട്ടോ അങ്ങനെയായിട്ടൊന്നും വർക്കിൻ്റെ ഇടയ്ക്ക് വന്നിട്ടില്ല. ഈ ഭരത് ഗോപി എന്ന മഹാനടനെ മനസ്സിലാക്കാൻ കൂടി വേണ്ടി ചോദിക്കുകയാണ്, അദ്ദേഹം ഇംപ്രവൈസ് ചെയ്യാറുണ്ടോ സീൻസിൽ? അത് നമ്മൾ റിഹേഴ്സൽ ചെയ്യുമ്പോഴത്തേക്കും അദ്ദേഹം വന്ന് ചെയ്യുന്നത് ലൈക്ക് എത്രത്തോളം പുള്ളിക്ക് ഇപ്പം തബല വായിക്കുന്നതാണെങ്കിൽ യു ഫീൽ ലൈക്ക് ഹീസ് ഇൻ എ ഫ്രൻസി. ലൈക്ക് ആ ഒരു നമ്മളിതിനെ കാണുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും ദൈവമേ ഇങ്ങനെ തബലിസ്റ്റ് ആയിരുന്നോ എന്നുള്ളത് നമുക്ക് തോന്നും. ബിക്കോസ് ലൈക്ക് അത്ര ആത്മാർത്ഥതയോട് കൂടി അത് ചെയ്യുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് നമ്മളിതിൻ്റെ 5 അയലൊക്കത്ത് നിൽക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്താലേ പറ്റുള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത് പോലും പോയില്ല. സോ അത്രയ്ക്കുള്ളൊരു ഐ തിങ്ക് ഹി ബിക്കംസ് അല്ലെങ്കിൽ ഒരു പൊസസ്ഡോ എന്തോ, നോട്ട് ദാറ്റ് ഹീസ് പൊസസ്ഡ് എന്നുള്ളതല്ല യുനോ. അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ ആ സീൻസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അത് ഫീൽ ചെയ്യും. അപ്പോൾ നാച്ചുറലി നമുക്കും വർക്ക് ചെയ്യാനായിട്ട് ഇറ്റ്സ് ലൈക്ക് വെരി ഹെൽപ്ഫുൾ. ആൻഡ് ആ ഒരു നമ്മൾക്ക് മറ്റേതാണെങ്കിൽ ഇപ്പോൾ 2 പേരും നമ്മൾ 2 ഡയലോഗ് പറയുന്നു, യു ടെല്ലിങ് യുവർ ഡയലോഗ് ആൻഡ് ടെല്ലിങ് ഡയലോഗ് ഫിനിഷ്. അതല്ല അത്, ഇതിപ്പം നമ്മൾ തിരിഞ്ഞ് നോട്ടമോ വരുന്നോ എല്ലാം അതിൽ വരുമ്പോഴത്തേക്കും ഓരോന്നോരോന്നായിട്ട് നമ്മളതിൽ പറഞ്ഞ് ചെയ്ത് വരുമ്പോഴത്തേക്കും ലൈക്ക് ചിലപ്പം ലൈക്ക് ഒരു എന്തെങ്കിലും സ്കോപ്പ് ഫോർ ഇംപ്രവൈസേഷൻ ഉണ്ടെങ്കിലും ലൈക്ക് ഐ മീൻ ലൈക്ക് സാർ ഉണ്ടല്ലോ, ജോർജ് സാറ്, ഹീസ് ലൈക്ക് ഹീ അഡാപ്റ്റ്സ് വിത്ത് ഇറ്റ്. അല്ലാതെ ഇപ്പം ഞാൻ പറഞ്ഞ് ഇതാ സീന് അല്ലെങ്കിൽ ഇതാ ഡയലോഗ് ഇതിൻ്റെ അപ്പുറത്തേക്ക് പോയെന്ന് ഇല്ല. ബിക്കോസ് ആ ഒരു ഗ്രൂപ്പായിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ 2 പേരും മാത്രം ഉള്ളെങ്കിലും ആ സീനിന് അത് അധികപ്പറ്റായിട്ട് തോന്നാറില്ല. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ആ ഫ്ലോയിൽ അങ്ങ് പോകും. എനിക്കൊരു കൾട്ട് ക്ലാസിക്കാണ്, പല രീതിയിൽ അത് കഴിഞ്ഞും വായിക്കപ്പെടുന്നതാണ്. ഷൂട്ടിംഗ് സമയത്തെ ഏതെങ്കിലും ഒരു മെമ്മറി? അതിലേറ്റവും ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു ഫിലിമാണ്. എന്താ വെച്ചാൽ ഞങ്ങൾ ഇവിടെ പ്രിയദർശിനി ഹാളുണ്ടല്ലോ ട്രിവാൻഡ്രത്ത്, കിഴക്കേക്കോട്ടയോ പടിഞ്ഞാറക്കോട്ടയോ ഉള്ളതാണ്, അവിടെയായിരുന്നു ഞങ്ങളുടെ നാടകം വരുന്നത്. അപ്പം ഇറ്റ്സ് ലൈക്ക് ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്ത് 24 hours ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ദ ഡേ സീൻസൊക്കെ ഞങ്ങളിപ്പോൾ നാടകത്തിൻ്റെ കൂടെ പോകുന്നു, അല്ലെങ്കിൽ ഞാനും ഗോപിച്ചേട്ടനും കൂടെ ഒക്കെ ഉള്ള സീൻസൊക്കെ ആയിരിക്കും. രാത്രി മമ്മൂക്ക വന്ന് എറണാകുളത്ത് നിന്ന് ഹീ വാസ് ഷൂട്ടിങ്, പകൽ മൊത്തം അവിടെ ഏതൊരു ഷൂട്ടുണ്ട്, രാത്രി പുള്ളി ഇവിടെ വന്ന് രാത്രിയാണ് ഞങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് പുള്ളി രാത്രി വരും, നമ്മൾ രാത്രിയും ഫുൾ ടൈം. അപ്പോൾ ജയിൽ ചേട്ടൻ രാവിലെ നേരെ വിളിക്കാറായി, ഇനി ഓരോ കാര്യത്തിന് പോകണമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഇതായിരുന്നു. സോ ഇറ്റ് വാസ് ലൈക്ക് ഒരു ഇപ്പോഴത്തെ ഇവരുടെ ഭാഷ പറഞ്ഞ ഒരു അടിപൊളി സെറ്റപ്പായിരുന്നു. മീൻസ് ലൈക്ക് വി ഓൾ എൻജോയ്ഡ് ഇറ്റ് തറലി. അതേപോലെ തന്നെ ഞങ്ങൾ മണ്ടന്മാർ ലണ്ടനിൽ പോയപ്പോഴും ഈ പറഞ്ഞ പോലെ ഈ ഒരു ഗ്യാങ് തന്നെയായിരുന്നു ഓൾമോസ്റ്റ് അതിലും. ലൈക്ക് നല്ല രസമായിരുന്നു. ഞങ്ങളിപ്പം ഹൈഡ് പാർക്കിൽ പോയിരുന്നിട്ട് നമ്മൾ കാശൊന്നും ഇല്ല പാടുന്നു, നമ്മുടെ ആൾക്കാരാണ് കുറച്ച് കാശ് ഇടുന്നത്. അത് കണ്ടിട്ട് ബാക്കി വെളിയിൽ നിന്നുള്ള ആൾക്കാരൊക്കെ കൊണ്ട് ആഹാ ഇത് കൊള്ളാമല്ലോ, നമുക്കിവിടെ ഇങ്ങനെ ഇരുന്നാലോ, ഇത് ഫുൾ ഡേ ഇരുന്നാലോ എന്നൊക്കെ ഉള്ള ചുമ്മാ തമാശയായിരുന്നു. സോ ദാറ്റ് വാസ് ലൈക്ക് ഒരു ഫണ്ണായിട്ടുള്ളൊരു സിറ്റുവേഷനായിരുന്നു. ദോസ് ആർ ലൈക്ക് അപ്പോഴാണ് ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ റിച്ചർഡ് ആറ്റൻബറോവും ബെൻ കിങ്സ്ലിയും കാണാൻ പറ്റിയതെന്ന് വെച്ചാൽ അന്നേരം നമ്മുടെ ഹൈ കമ്മീഷനാണല്ലോ, നോട്ട് എംബസി അല്ല, അവിടെ ലണ്ടനിൽ വന്ന ഹൈ കമ്മീഷൻ. അപ്പോൾ അവിടുത്തെ കമ്മീഷണർ വന്നൊരു മലയാളിയായിരുന്നു. അപ്പോൾ പുള്ളിയുടെ അവിടെ ഇവർക്ക് വേണ്ടി, അപ്പോൾ ഈ ഗാന്ധിക്ക് ഓസ്കാർ കിട്ടിയ സമയമായിരുന്നു. അപ്പോൾ അവർക്കൊരു എന്താണ് ഒരു റിസപ്ഷൻ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഈ കുറച്ച് മല്ലൂസ് അവിടെ ഉള്ള സ്ഥിതിക്ക് ഞങ്ങളെയും കൂടെ വിളിച്ചു. അപ്പം ഞങ്ങൾക്ക് എന്തായാലും ഒരു ഭാഗ്യം കിട്ടി ഇവരെ കാണാൻ. ഐ മീൻ വിത്ത് ബെൻ കിങ്സ്ലിയും റിച്ചർഡ് ആറ്റൻബറോ, ഇവർ 2 പേരാണ് മെയിൻലി. അപ്പം ടു see them, meet them, take pictures with them. That is one thing, like നമ്മൾ തീരെ പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പം നമ്മളിവിടുന്ന് അവിടെ ഷൂട്ടിങ്ങിന് പോയി, ഷൂട്ടിങ് കഴിഞ്ഞ് നമ്മൾ വരുന്നു എന്നല്ല, ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നോ, നമുക്കിങ്ങനൊരു ഇൻട്രാക്ഷൻ വരുന്നു നമ്മൾ അറിഞ്ഞില്ല. സോ ദാറ്റ് ഇസ് വൺ തിങ് വിച്ച് ഇസ് ലൈക്ക് നമ്മുടെ ജീവിതത്തിലെ നാഴികക്കല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ക്യാനിൽ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഇങ്ങനെ തമ്പ് റിസ്റ്റോർ ചെയ്തിട്ട് പോകണമെന്ന് പറഞ്ഞു, ആൻഡ് യു ഗെറ്റ് ഇൻവൈറ്റഡ് ടു ഗോ എന്ന് പറഞ്ഞാൽ, ആൻഡ് ലൈക്ക് ഇറ്റ് വാസ് ലൈക്ക് സച്ച് എ ഹെക്ടിക് തിങ്. ലൈക്ക് ഹെക്ടിക് എന്ന് പറയാനായിട്ട് വിസ കിട്ടാനുണ്ട്, ഷെങ്കൻ വിസ വേണമല്ലോ. അപ്പം നോക്കുമ്പോഴത്തേക്കും പണ്ടാണെങ്കിൽ നമുക്ക് ഇപ്പോൾ അങ്ങനെ ഒരു VFSO അങ്ങനത്തെ എന്തോ ഒരു ഏജൻസിയിൽ വേണം നമ്മൾ കൊടുക്കാൻ. അപ്പോൾ അവരെ നമ്മൾ ഇങ്ങനെ കോൺടാക്ട് ചെയ്തപ്പോഴത്തേക്കും പടം കാണിക്കുന്നത് 21st എനിക്ക് അപ്പോയിൻമെൻറ്റ് തന്നിരിക്കുന്നത് 30th കൊച്ചിയിൽ. അപ്പോൾ പോണ്ടിച്ചേരിയിലും പോകാം, പോണ്ടിച്ചേരി തന്നിരിക്കുന്നത് 27th. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തിനാണ് പോകുന്നത്? അപ്പം ഞങ്ങൾ
ഇവരെ അറിയിച്ചു. അപ്പോൾ ഈ ശിവേന്ദ്ര എന്ന് പറഞ്ഞ ദുർഗാപൂർ പുള്ളിയാണല്ലോ റെസ്റ്റോർ ചെയ്താണ്. ഞാൻ പറഞ്ഞു സി ദിസ് ഇസ് ദ സിറ്റുവേഷൻ, ഐ ഡോണ്ട് നോ ഹൗ ഐം ഗോയിങ് ടു ഗെറ്റ് ദ വീസ, ഓക്കെ ലെറ്റ് മീ സി. അപ്പം പുള്ളി വന്ന് അവിടെ ഉള്ള ഫ്രഞ്ച് എംബസി ഇവരുടെ ആൾക്കാരടുത്ത് പറഞ്ഞ് ഫ്രഞ്ച് എംബസി വഴി അവിടുന്ന് ഡൽഹി വിളിച്ച് പറഞ്ഞ് ഡൽഹിയിൽ ഒരു മലയാളി ചേട്ടൻ എന്നെ വിളിച്ച് അപ്പം ഇങ്ങനെ ചെന്നൈ വരെ പോകാമോ, നമുക്കത് ശരിയാക്കാം. ഓ ശരി. അങ്ങനെയാണ് ചെന്നൈ ഞാനും അമ്മും മോളും കൂടെ പോയതും. ഫ്രഞ്ച് അവളെ ഷീ സ്പീക്സ് വെരി ഗുഡ് ഫ്രഞ്ച്. സോ അതാണ് ഒരു ഹൈലൈറ്റ് എനിക്ക് അവളെയും കൊണ്ട് പോകാനായിട്ട്. എന്നുവെച്ചാൽ പോയി കഴിഞ്ഞാൽ അവിടെ ഭാഷയുടെ ഒരു വലിയ പ്രശ്നമാണ്. ഇംഗ്ലീഷ് അറിയാവുന്നവരും ചിലപ്പം ഇംഗ്ലീഷ് സംസാരിക്കില്ല, ഫ്രഞ്ചേ സംസാരിക്കുള്ളൂ. ഞാൻ വെച്ചു അവിടെ പോയിട്ട് വല്ലതും കഴിക്കുമോ, വല്ലയിടത്തും പോവോ വല്ലതും ചെയ്ത് സെന ഭാഷയും അറിഞ്ഞൂടാ. അപ്പം ഞാൻ പറഞ്ഞു അമ്മോ നീയും കൂടെ വാ. അങ്ങനെയാണ് ഞങ്ങൾ രണ്ടുപേരും പോയത്. എന്നിട്ട് ചെന്നൈ പോയി ഞങ്ങളുടെ വിസ ജസ്റ്റ് ഇതിന് മുമ്പേ നമ്മൾ ട്രാവൽ ചെയ്യുന്നതിന് മുമ്പ് വിസ ശരിയാക്കി കിട്ടി. അങ്ങനെയാണ് പോയത്. സോ ദാറ്റ് ഈസ് ഓൾസോ ലൈക്ക് ഒരു ഔട്ട് ഓഫ് ദ ബ്ലൂ എക്സ്പീരിയൻസ് അല്ലേ. ഇപ്പം നമ്മൾ ഒരിക്കലും പ്രതീക്ഷ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഫിലിമിൽ ഒരു ഫിലിം പോകുന്നു എന്ന് പറയാം, പുതിയൊരു ഫിലിം ഇപ്പം എടുത്തൊരു പടം അതിന് സെലക്ഷൻ കിട്ടി പോകുന്നു എന്ന് പറയാം. ഇതിപ്പം നമ്മുടെ ഇവരുടെ പായലിൻ്റെ പടം പോയില്ലേ, ഇതൊരു ന്യൂ ഓൾ വി ഇമാജിൻ ഇസ് ലൈറ്റ് അല്ലേ. അപ്പോൾ ആ പടം എന്ന് പറഞ്ഞാൽ അതിപ്പോൾ ഒരു കറണ്ട് ഫിലിം എടുത്തു, അതിന് സെലക്ഷൻ കിട്ടി. ഇത് ഇത്രയും വർഷത്തിന് മുമ്പുള്ളൊരു പടം 44th ഇയർ ആയതുകൊണ്ടായിരുന്നു. സോ ലൈക്ക് ആ ഒരു പടം ഇങ്ങനെ നമ്മൾക്ക് സെലക്ഷൻ കിട്ടി പോകാനായിട്ട് പറ്റുന്നു എന്ന് പറയാൻ ദാറ്റ് ഈസ് ലൈക്ക് എനിക്കിപ്പോഴും ഞാൻ ലൈക്ക് ഐ പിഞ്ച് മൈ സെൽഫ് ആൻഡ് സീ ലൈക്ക് നമ്മൾ പോയോ. അപ്പം ഞാൻ എൻ്റെ അടുത്ത് അമ്മു ആർ വി ഗോയിങ് ടു വാക്ക് ദ റെഡ് കാർപ്പറ്റ് അങ്ങനെയുള്ളൊരു ഇറ്റ് ഈസ് ലൈക്ക് എനിക്ക് ആ ഒരു എൻ്റെ ഒരു ഫീലിംഗ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലിംഗാണ്. ബിക്കോസ് ലൈക്ക് ഒരു നമ്മൾ ആ പടം ചെയ്തു. ഇപ്പോഴും ഞാൻ പറയുന്നത് ഇത്രയും പടങ്ങൾ ചെയ്തിട്ട് ആ ഒരു നമ്മുടെ പടങ്ങൾ ഇത്രയും ലൈക്ക് നിങ്ങളൊക്കെ പറയുന്ന പോലെ മാസ്റ്റേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ആ സമയത്ത് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്കറിയില്ല ഈ പടങ്ങൾ എങ്ങനെ വരാൻ പോകണോ, അല്ലെങ്കിൽ ഇത്രയും വർഷത്തിന് ശേഷവും ആ പടങ്ങളെ പറ്റി ഉള്ള ഒരു ടോക്ക് വരുമെന്നോ. ഇപ്പം നിങ്ങളിവിടെ ഇരിക്കുവാണെങ്കിലും ബിക്കോസ് ഓഫ് ഓൾ ദീസ് ഫിലിംസ് യു ആർ ഹിയർ, അതർവൈസ് യു ആർ നോട്ട് ഗോയിങ് ടു ബി ഹിയർ അല്ലേ. സോ these reasons are something like which is beyond my imagination or beyond my എനിക്കൊരിക്കലും അങ്ങോട്ട് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്തൊരു എന്താണ് ഫീലിംഗ് ആണ്. എൻജോയ് ചെയ്തിരുന്ന ഒരു പ്രോസസ്സായിരുന്നു സിനിമ അഭിനയം എന്നുള്ളത് മനസ്സിലാക്കി. അപ്പോൾ അത് കഴിഞ്ഞത് അത്രയും ഫീൽഡിൽ നിൽക്കുമ്പോൾ ഒരു ബ്രേക്ക് എടുക്കുക എന്നുള്ളത് എളുപ്പമുള്ളൊരു ഇല്ല. there comes a time like ഒരു പെൺകുട്ടി എന്നുള്ള നിലയ്ക്ക് ഒരു സമയം കഴിയുമ്പോഴത്തേക്കും യു ഗെറ്റ് മാരീഡ് ആൻഡ് യു ഹാവ് ടു. അപ്പോൾ ആൻഡ് ഫോർ മീ ലൈക്ക് ആ സമയമായപ്പോഴത്തേക്കും എനിക്ക് കല്യാണം കഴിക്കാനുള്ള ഒരു ആലോചന എന്നുള്ള മട്ടിൽ ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആൻഡ് ഐ ന്യൂ പ്രകാശ് വാസ് വർക്കിംഗ് ഇൻ ബഹ്റൈൻ. സോ കല്യാണം കഴിഞ്ഞ് ബഹ്റൈനിൽ പോകുന്നു. അപ്പം കല്യാണം ഗുരുവായൂർ വെച്ചായിരുന്നു. അപ്പോൾ അവിടെ ഈ പറഞ്ഞ പത്രക്കാരുണ്ടായിരുന്നു. അപ്പം ചോദിച്ചു അപ്പോൾ ജലജ സിനിമ അഭിനയം നിർത്തിയിട്ട് പോവാണ്. ഞാൻ പറഞ്ഞു നിർത്തുന്നു എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ബിക്കോസ് നാളെ എൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന് എനിക്കറിയില്ല. നാളെ ചിലപ്പോൾ ഞാൻ തിരിച്ചു വന്നിട്ട് അഭിനയിക്കുമായിരിക്കാം, അഭിനയിക്കില്ലായിരിക്കാം. സോ ഐ ഡോണ്ട് നോ. നാളത്തെ കാര്യം എനിക്കറിയില്ല എന്താണെന്നാണ്. സോ ഐ വിൽ നോട്ട് സേ ദാറ്റ് ഹാവ് സ്റ്റോപ്ഡ്. ഐ വിൽ സേ ലൈക്ക് ഞാനിപ്പോൾ കല്യാണം കഴിച്ചു പോന്നു, നല്ലൊരു പടം കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ വന്ന് ചെയ്യുമായിരിക്കാം, എനിക്കറിയില്ല നാളത്തെ കാര്യം. സോ ഞാൻ അത് പറയില്ല. ആൻഡ് ദ തിങ് ഇസ് ലൈക്ക് വൺസ് ഐ ഗോട്ട് മാരീഡ് ആൻഡ് ബഹ്റൈനിലേക്ക് പോകണം. സോ കുറേ പടങ്ങൾ നല്ലത് ചെയ്തു. ബട്ട് ദെൻ ടുവേർഡ്സ് ദ കല്യാണം കഴിക്കുന്ന സമയമാകുമ്പോഴത്തേക്കും ഐ വാസ് നോട്ട് ലൈക്ക് ഇപ്പം നമുക്ക് ആദ്യം ചെയ്ത നല്ല കുറേ പടങ്ങൾ കഴിഞ്ഞിട്ട് ഇത് വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ ലൈക്ക് ഇറ്റ്സ് ഒരു ജേർണി. ഇത്രയും വർഷം എൻ്റെ ഒരു പ്രൊഫഷൻ എന്നുള്ള മട്ടിൽ ഞാൻ കൊണ്ടുപോയി കുറേ നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റി. സോ ഐ വാസ് ലൈക്ക് ടോട്ടലി ഹാപ്പി ദാറ്റ് ഐ കുഡ് ഡു സം വെരി ഗുഡ് ഫിലിംസ് ആൻഡ് ഗുഡ് ക്യാരക്ടേഴ്സ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ദെൻ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ബ്രേക്ക് എടുത്തു. എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷന് ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് ചെയ്ത ആളാണ്. അപ്പം എനിക്ക് ബ്രേക്ക് എടുക്കേണ്ടി വന്നു. ലൈക്ക് ഡ്യൂറിങ് ദാറ്റ് ടൈം എനിക്ക് കുറേ പഠിക്കാനുണ്ട്. അപ്പോൾ പഠിക്കുന്ന സമയമാകുമ്പോൾ ലൈക്ക് എന്തായാലും ഞാൻ മെനക്കെട്ട് പഠിക്കുന്നു, ഞാൻ പരീക്ഷ എഴുതുന്നു. അപ്പോൾ പോയി തോക്കാനല്ലല്ലോ ഞാൻ എഴുതുന്നത്, എനിക്ക് നല്ല മാർക്കോട് കൂടി ജയിക്കണം, അത് എനിക്ക് വാശിയാണ്. അപ്പോൾ ആ ഒരു ബ്രേക്ക് വന്നപ്പോഴത്തേക്കും കുറേ പടങ്ങൾ ചെയ്യാതിരുന്നപ്പോഴത്തേക്കും ഒരു കിംവദന്തി കേട്ടു, ജലജ ഇപ്പോൾ അഭിനയം നിർത്തി എന്നൊക്കെ. ഞാൻ പറഞ്ഞു ഞാൻ അഭിനയമൊന്നും നിർത്തിയില്ല, ഇച്ചിരി നേരത്തേക്ക് ഞാൻ ഒരു ഗ്യാപ്പ് എടുത്ത് നല്ല പടം വരുമ്പോൾ പരീക്ഷയുടെ സമയം ഞാൻ എടുക്കില്ല, അത് കഴിഞ്ഞിട്ട് ഞാൻ വർക്ക് ചെയ്യും. പക്ഷേ ദേ ഡോണ്ട് വർക്ക് ഫോർ മീ, ദേ ഡോണ്ട് വെയിറ്റ് ഫോർ മീ. ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഒരു എക്സ്ക്ലൂസീവായിട്ടുള്ള ആൾ ജലജ ഇല്ലാതെ പറ്റില്ല എന്നുള്ള അല്ലല്ലോ. സോ മെനി ആർട്ടിസ്റ്റ് അത് ദേ ക്യാൻ കോൾ എനിബഡി. ഇപ്പം ഭരതൻ സാർ പോലെ തന്നെ ആ പടം മുടങ്ങിക്കൊണ്ട് എന്നെ വന്ന് വിളിച്ചു. അല്ലെന്നുണ്ടെങ്കിൽ സാർ ചിലപ്പോൾ ആ പടം അവരെ വെച്ച് തന്നെ ചെയ്തേനെ.
അപ്പോൾ ഇത് വാസ് മെൻറ്റ് ഫോർ മീ, ഇറ്റ് കെയിം ബാക്ക് ടു മീ. അപ്പോൾ എൻ്റെ ഈ പരീക്ഷയുടെ സമയമാകുമ്പോൾ കുറേ ഗ്യാപ്സ് വന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ പറഞ്ഞ പോലെ നിന്ന് കഴിഞ്ഞിട്ട് പടങ്ങൾ നല്ല പടങ്ങൾ വരുവാണെങ്കിലല്ലേ ഞാൻ ചെയ്യുന്നുള്ളൂ. എൻ്റെ ഒരു ഇത് വന്നിട്ട് സെറ്റ് ഓക്കെ ഐ വിൽ ഗെറ്റ് മാരീഡ് ആൻഡ് പോകാനായിട്ട് പോയി. പക്ഷെ ഞാൻ പോയ സമയത്തും വിളി ഉണ്ടായിരുന്നു, നോട്ട് ലൈക്ക് സംതിങ് ഗ്രേറ്റ് എന്നുള്ളത്. പക്ഷേ ചില സമയത്ത് എനിക്ക് വരാൻ പറ്റില്ല. അപ്പം ലൈക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ദെൻ മൈ പ്രയോറിറ്റി ലൈക്ക് ചേഞ്ചസ്. എനിക്ക് എൻ്റെ കുഞ്ഞിനെ അവിടെ വിട്ടിട്ട് വരാൻ വേണ്ടി, ചെറിയ കുട്ടിയല്ലേ, അപ്പം ഞാൻ ഹോളിഡേയ്സിന് പോലെ ഞാൻ വരുമായിരുന്നു. ലൈക്ക് ഒരു 4 വയസ്സ് വരെ എനിക്ക് എപ്പം വേണമെങ്കിലും വരാം എന്നുള്ള സെക്ഷനാണ്. പക്ഷേ അത് കഴിഞ്ഞ് ഇവിടെ സ്കൂളിങ് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവൾക്ക് 2 ബ്രിട്ടീഷ് സ്കൂളിലായതുകൊണ്ട് ലൈക്ക് ജൂലൈ ഓഗസ്റ്റും വരും ഹോളിഡേയ്സ്, പിന്നെ ഡിസംബറിലും കിട്ടും. അപ്പം ഈ വർഷത്തിൽ 2 പ്രാവശ്യം വരുന്നു. അപ്പോൾ ആ സമയത്ത് സിനിമ വേണം എന്നില്ലല്ലോ. സോ ഞാൻ എപ്പോഴും പറയും, ആരെങ്കിലും ഇൻ്റർവ്യൂസൊക്കെ ആൾക്കാർ അപ്പം അറിഞ്ഞ് ഞാനുണ്ടെന്നുള്ള അറിഞ്ഞ് വരുമ്പോഴത്തേക്കും ചോദിക്കാറുണ്ട് എന്ത് ചെയ്യുന്നില്ല. പറയും നിങ്ങൾ വിളിക്കൂ, ഞാൻ ചെയ്യാം, അല്ലാതെ ഞാൻ ചെയ്യുന്നില്ല ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. സോ പക്ഷേ ഐ ഡിഡ്ന്റ് ഫീൽ ലൈക്ക് ഇപ്പം ഇപ്പം പാർവണ അപ്പം മിസ് ചെയ്യുന്നു എനിക്ക് അങ്ങനായിട്ട്. ബിക്കോസ് ലൈക്ക് യു സി ഒരു സമയത്ത് നമ്മൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ് ഐ ഹാവ് നെവർ ഹാഡ്, ഞാൻ ഇതിലേക്ക് വരുന്നേ ഞാൻ വിചാരിച്ച ആളല്ല. വന്നു ചെയ്തു, ഹാപ്പി, കിട്ടിയില്ലേ കുഴപ്പമില്ല. അതാണ് എൻ്റെ മെൻറ്റാലിറ്റി. ഐ ഓൾവേസ് ലൈക്ക് അച്ഛൻ, ഐ തിങ്ക് ബിക്കോസ് ദ അപ്ബ്രിങ്ങിങ് ഇറ്റ് വാസ് ലൈക്ക് ദാറ്റ്. ഒരു ഗ്ലാസ്സിൽ അച്ഛൻ പറയും, പകുതി വെള്ളം ഒഴിച്ചിട്ട് പറയും, ഈ ഗ്ലാസ് എന്താ ഉള്ളത്, പകുതി വെള്ളം. ഐ ഡോണ്ട് സേ ഇറ്റ് ഇസ് ഹാഫ് എം ടി. So you can say half empty ആണെന്നുള്ളത്, or you can say it is half full. I think of it as half full. മനസ്സിലായി? അപ്പോൾ ആ ഒരു പോസിറ്റിവിറ്റിയാണ് എനിക്കുള്ള ഒരു ഇത്. അപ്പോൾ കിട്ടിയാൽ ചെയ്യാം. ഇപ്പം നല്ലൊരു പടം കിട്ടുകയാണെങ്കിൽ ചെയ്യുന്നതിന് എനിക്ക് കുഴപ്പമില്ല. പക്ഷേ കിട്ടിയില്ലെങ്കിലും ഓക്കെ ഫൈൻ. മോള് വന്ന് ബ്രിട്ടീഷ് സ്കൂളിൽ പോകുന്നതുകൊണ്ട് ഞാൻ അവിടെ മിസ്സസ് നായരാണ്, ജലജയല്ല. അപ്പോൾ ആർക്കും അറിയില്ല ജലജ എന്നുള്ളത് നടി. അപ്പോൾ എൻ്റെ കൊച്ചിന് പോലും ഞാൻ നടിയാന്നുള്ളത് ചെറുതിലേ അറിയില്ലായിരുന്നു. ബിക്കോസ് അവൾക്ക് ആ ഒരു ഇൻട്രാക്ഷൻ ഇല്ലല്ലോ. ആൾക്കാർ എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്കും ആൾക്കാർ ചോദിക്കും, ആ മാഡം ജലജ എന്ന് പറയും. അപ്പോൾ കുഞ്ഞായിരുന്നുകൊണ്ട് അവൾക്ക് അത്രയ്ക്ക് അറിയില്ല. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ വലുതാവാൻ തുടങ്ങി, നാട്ടിൽ വരുമ്പോഴാണ് കൂടുതൽ ആൾക്കാർ നമ്മളെ കാണുന്നത്. ഇത് അപ്പോഴാണ് അവൾക്ക് ഇതെന്താണ് അമ്മയുടെ അടുത്ത് എല്ലാവരും വന്ന് സംസാരിക്കുന്നത്, എന്തിനാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ പിന്നെ സിനിമയുടെ ഇതൊക്കെ വന്നിട്ടാണ് അവൾ അറിയുന്നത്. അല്ലാത്തപ്പോൾ സ്കൂളിലാണെങ്കിൽ ഇങ്ങനത്തെ സ്കൂളിൽ വിടാൻ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മുടെ ഇന്ത്യൻ സ്കൂളിൽ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഒരു കാര്യം, സ്കൂളിൽ ആസ് യു സെഡ് ലൈക്ക് ദ വേ ഓഫ് ടീച്ചിങ് ഒരു ഓൾ റൗണ്ട് സ്റ്റഡീസാണ് ഇവർക്കുള്ളത്. മറ്റേതാകുമ്പോൾ നമ്മുടെ ആൾക്കാരാകുമ്പോൾ ഇനി എൻ്റെ കൊച്ചിന് ഇച്ചിരി ഒരു പാർഷ്യാലിറ്റിയോ അല്ലെങ്കിൽ ഒരു ബയസ്ഡ് ഇത്, അല്ലെങ്കിൽ അവിടെ പോകുമ്പോഴത്തേക്കും ജലജയുടെ മോൾ എന്ന് പറഞ്ഞ ഒരു തലയിലെടുത്ത് വെക്കണ്ട എന്ന് ഞങ്ങൾ വിചാരിച്ചു. മര്യാദയ്ക്ക് മറ്റേ പിള്ളേരുടെ കൂടെയാണ് യു ആർ വൺ എമംഗ് ദം. ഞാൻ ജസ്റ്റ് മിസ്സസ് നായർ അല്ലേ ഉള്ളൂ, അല്ലാതെ ഞാൻ വേറെ സിനിമ. അമ്മു സ്കൂളിൽ നിന്ന് ഇയർ 13 ലാസ്റ്റ് ഇയർ ആയപ്പോഴത്തേക്കും ഞാൻ എന്തോ ഒരു ആവശ്യത്തിന് അവരുടെ ഓഫീസിൽ പോയപ്പോഴത്തേക്കും, യൂഷ്വലി ബ്രിറ്റ്സ് ആണ് ഇവർ, പിന്നെ വേറെ നാഷണാലിറ്റീസ് ഉണ്ട് പഠിപ്പിക്കാൻ. ഇവരുടെ ഓഫീസിൽ പോയപ്പോഴത്തേക്കും ഞാനിങ്ങനെ അവരുടെ സംസാരിച്ച്, ഈ ലേഡിയെ ഞാൻ എപ്പോഴും കാണുന്നത് അവരുടെ റിസപ്ഷനിലിരിക്കുന്നത്. അതിന് ഞാൻ സംസാരിച്ചിട്ട് അപ്പുറത്തോട്ട് എങ്ങാണ്ട് പോയപ്പോഴത്തേക്കും ഒരു വെളുത്തൊരു പയ്യൻ അതിലേ പോയി. അപ്പം ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പം അത് കഴിഞ്ഞ് ആൻറ്റോ അപ്പം ഞാൻ തിരിച്ച് വന്നിട്ട് ഇവരുടെ അടുത്ത് എന്തോ ഒരു പേപ്പർ കൊടുക്കാനാണ്. മിസ്സസ് നായർ, ഐ യു എൻ ആക്ട്രസ് എന്ന് ചോദിച്ചു. ഇതെവിടെ നിന്ന് ഇപ്പം വന്നു. അപ്പോഴാണ് എനിക്ക് ക്ലിക്ക് ചെയ്തത്. ഒരാൾ അതിൽ, എനിക്ക് ആൻറ്റോ ആണെന്ന് അറിയില്ലല്ലോ, ഒരാൾ പോയി, അതായിരിക്കും ഒരു മലയാളി, ക്ലീൻ ഷേവൻ ഒരു ബോയ് ആയിരുന്നു. അപ്പം ആൻറ്റോ വാസ് സെയിങ് ദാറ്റ് യു ആർ എ വെരി ഫേമസ് ആക്ട്രസ്. ഞാൻ പറഞ്ഞു യാ ഐ ഹാപ്പൻ ടു ബി. ഒരിക്കലും മിസ് ചെയ്തിട്ടില്ലേ സിനിമയും ലോകവും? No, I have not missed it because I was busy with another world. See, entirely ഞാൻ ഈ ഒരു കരിയർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അപ്പുറത്തോട്ട് വരും. I was busy, I was happy. It's not like I was not happy here. The thing is like ഒരു entirely different ഇത്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് തോന്നുന്നു I made so many friends who are like different nationalities, learning new cooking. So all those things were like very എനിക്കൊരു എക്സ്പോഷർ ആയിരുന്നു അതും. ഫ്രം ഹിയർ എന്നുള്ള അങ്ങോട്ട് പോയിട്ട് ഐ വാസ് നോട്ട് ജസ്റ്റ് എൻ ഓർഡിനറി ഹൗസ് വൈഫ് ദർ. മൈറ്റ് ബി അങ്ങനെയായിരുന്നു ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് കുക്കിങ്ങും കൊച്ചിനെ നോക്കലും അങ്ങനെയായിരുന്നു. ചിലപ്പം എനിക്കൊരു ഒരു ലോസ് തോന്നിയേനെ. ബട്ട് ദിസ് വൺ ഞാൻ ആർട്ട് ക്ലാസ്സസിന് പോകുമായിരുന്നു. ഐ ഡു പെയിൻറ്റിങ്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ, ചെറിയ ചെറിയ സാധനങ്ങൾ. അപ്പോൾ അതിനങ്ങനെ പോകുമ്പോഴത്തേക്കും രാവിലെ മുതൽ ഉച്ച വരെ എന്നുവെച്ചാൽ എൻ്റെ കുക്കിങ്ങോ ഇതൊക്കെ കഴിഞ്ഞ് എനിക്ക് അതിന് പോകാം. പിന്നെ അമ്മൂനെയും കൊണ്ട് ഡാൻസിനോ ഇതിനൊക്കെ പോകുമ്പോൾ ഐ മീറ്റ് other parents, so we get together. So all these things are like something which I would not have experienced here. ആക്ടിംഗ് കരിയറിന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഒക്കെ റീപ്ലേസ് ചെയ്യുന്നതൊക്കെ മതിയോ? ഏതാ ആക്ടിംഗ് സമയത്ത് ഒരു സാറ്റിസ്ഫാക്ഷൻ, അതിന്റെ ഒരു സന്തോഷം ഒക്കെ റീപ്ലേസ് ചെയ്യാൻ ഇത് മതിയോന്നോ? ഇല്ല, മതിയോന്ന് ചോദിച്ചാൽ യു സി ഡിഡ് ഐ ഹാവ് എ ചോയ്സ് ദെൻ? Yeah, that's
സോ ഇറ്റ്സ് ദ തിങ് ഈസ് ലൈക്ക് യു സി ഇതിൽ നിന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് വന്നു കഴിഞ്ഞപ്പം ഐ വാസ് ഡൂയിങ് ഓൾ ദീസ് തിങ്സ് ആൻഡ് കീപ്പിംഗ് മൈസെൽഫ് ബിസി ആൻഡ് ഐ വാസ് ഹാപ്പി വിത്ത് ഇറ്റ്. സോ ഐ ഡിഡൻ ലൈക്ക് ഇപ്പം വേറൊരു കാര്യമുള്ളത്, ഇപ്പം നമ്മൾ ആ സമയത്തെ സിനിമയും ഈ സമയത്തെ സിനിമയും യു സി സോഷ്യൽ മീഡിയ അങ്ങനെ ഇങ്ങനെ യു ആർ ഇൻ ദ ലൈം ലൈറ്റ്, യു ആർ പുഷ്ഡ്. വി വർ നോട്ട് പുഷ്ഡ്. ഞങ്ങൾ ഒരു പടം ചെയ്തു. ഇപ്പം ഞാൻ മറ്റേ അളകാപുരിയിൽ ഒരു മാസം നിന്നു. ഈ പടം ഷൂട്ടിങ് കഴിഞ്ഞു. ഞാൻ അത് കഴിഞ്ഞ് ഷോപ്പേ കണ്ടിട്ടില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ മൈറ്റ് ബി വീട്ടിൽ വന്നിട്ട് ചിലപ്പോൾ ഒരാഴ്ച. ആൻഡ് ദോസ് വർ ലൈക്ക് ഒരു 3-4 years ഐ വാസ് ദ ടോപ്പ് actress. I mean I was an actress with the top number of films, 18 films a year. ഒരു 3-4 വർഷം ഞാനത് ചെയ്തിട്ടുണ്ട്. സോ ലൈക്ക് ബാക്ക് ടു ബാക്ക് എന്ന് പറയാൻ പറ്റില്ല. മൈറ്റ് ബി സം റോൾസ് ആർ ലൈക്ക് ഫുൾ, ചിലത് ചെറിയ റോളായിരിക്കും, ഒരു അനിയത്തിയായിരിക്കും, അല്ലെങ്കിൽ കുറച്ചേ ഉള്ളൂ. സോ ഇത് ബാക്ക് ടു ബാക്ക് ആണ്. ചിലപ്പം ബാക്ക് ടു ബാക്ക്, അല്ലാത്തപ്പം ഞാൻ ബാക്ക് ടു ബാക്ക് അല്ല. സോ ആ ഒരു പടം കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ വന്ന് ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ലൊക്കേഷനിൽ പോകുന്നത്. അപ്പോൾ ഈ ഞാൻ പറഞ്ഞ ശോഭയെ ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഐ ഹാവ് നോട്ട് സീൻ ഹർ. ഇപ്പോഴത്തെ ഹൗ, ടെൽ മീ ഹൗ. അതേ ഉള്ളൂ. അതിപ്പോൾ വേണുചേട്ടനാണെങ്കിൽ നമ്മൾ ലെറ്റർ എഴുതും. സി ടു എ സർട്ടൻ എക്സ്റ്റെൻഡ് വന്ന് നമ്മൾക്ക് എത്രത്തോളം ശോഭയായിട്ട് ആ ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും തീർന്നു. സോ ഓരോ ആർട്ടിസ്റ്റും നമ്മൾ ആ അടുത്ത വർക്കിന് ചിലപ്പോൾ ഒരു പോകുമ്പോഴത്തേക്കും ആ ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ കാണുന്നു. സോ യു ഡോണ്ട് ഹാവ് ഒരു നമ്മളിത് മിസ് ചെയ്യുന്നു. എന്തോ ചോയ്സ് മാത്രമല്ല, ഈ സി നമ്മളത് വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ട് സോ യു ഗെറ്റ് ഇൻ ടു യുവർ ഹോം. ഐ മീൻ എൻ്റെ സിബ്ലിങ്സ് എനിക്കുണ്ടല്ലോ, സിബ്ലിങ്സും അവരുടെ കാര്യങ്ങളും എല്ലാം കൂടെ നമ്മൾ സിനിമയ്ക്ക് പോകണു, നമ്മൾ വരുന്നു ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, സോ ഐ ഡിൻ ലൈക്ക് ഞാൻ സിനിമ എന്ന് മാത്രമല്ലായിരുന്നു എനിക്ക്. അത് എൻ്റെ ഒരു പ്രൊഫഷൻ എന്നുള്ളത് ഞാൻ ചെയ്യുന്നു. ചെയ്ത് തിരിച്ച് വിടുക. ഐ എം സാധാരണ കുമാരി ഹിയർ. സി ഐ എം നോട്ട് എ സ്റ്റാർ എന്നുള്ള ഒരു ഇത് എനിക്കുണ്ടായിട്ടേ ഇല്ല. അപ്പോഴും ഇല്ല, ഇപ്പോഴും ഇല്ല, ഒരിക്കലും എനിക്കുണ്ടായിട്ടില്ല. വർക്ക് ചെയ്തു. ഇപ്പം നിങ്ങളിപ്പം ജേർണലിസ്റ്റ്, നിങ്ങളുടെ ജോലി ചെയ്യുന്നു. ജോലി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോയിട്ട് നിങ്ങൾ ഇതായില്ലേ. സെയിം വേ ഐ ഹാവ് ഓൺലി സീൻ ഇറ്റ് അറ്റ് ദാറ്റ് ഇൻ ദാറ്റ് സെൻസ്. മൈറ്റ് ബി ദാറ്റ് വാസ് വാട്ട് വി ഗ്രൗണ്ടഡ് മീ, മൈറ്റ് ബി. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഞാൻ സ്റ്റാറാണ്, ഞാൻ അങ്ങനെയാണ്. നോ, ഐ എം നോട്ട് ലൈക്ക് ദാറ്റ്. ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടുന്ന് നടന്ന് കടയിൽ പോകാനോ വരാനോ ഐ ഡോണ്ട് ഹാവ് എ പ്രോബ്ലം. സി ജസ്റ്റ് ലൈക്ക് യു പീപ്പിൾ, ഇപ്പം നിങ്ങളൊരു കടയിൽ പോവുകയോ വരികയോ ചെയ്യാൻ ഐ ആം ഓക്കെ. ഞാൻ എനിക്കൊരു താരപരിവേഷമെന്നോ അങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും അന്നും മീൻസ് ലൈക്ക് അത്രയും പടം ചെയ്യുന്ന സമയത്താണെങ്കിലും എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അത് കഴിഞ്ഞിട്ടും ലൈക്ക് വെൻ പീപ്പിൾ സേ ലൈക്ക് ഇങ്ങനെ ഇത്രയും പടങ്ങളിൽ ഇത്രയും ഇത് ചെയ്തു, ഐ സെഡ് ഫൈൻ, അത് എൻ്റെ ഒരു ഭാഗ്യം, എന്തോ ദൈവാധീനം എന്നേ ഞാൻ പറയുള്ളൂ. വി കുഡ് ഹാവ് കാമ്പുള്ള ക്യാരക്ടേഴ്സ്. ഈവൻ നൗ ഐ സേ ലൈക്ക് ആരെങ്കിലും എന്താ ചേച്ചി അഭിനയിക്കുന്നത്, ഞാൻ പറഞ്ഞു നിങ്ങളൊരു പടം എടുക്കപ്പോൾ, നല്ലൊരു പടം എടുത്ത് നല്ലൊരു റോൾ തരുവാണെങ്കിൽ ഞാൻ ചെയ്യാം. ഞാൻ ചെയ്യേണ്ടെന്നോ എനിക്ക് അഭിനയിക്കേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ ആരുടെ അടുത്തും പറഞ്ഞിട്ടില്ല. ചെയ്യാൻ തയ്യാറാണ്, പക്ഷേ എനിക്ക് നല്ലൊരു ക്യാരക്ടർ കിട്ടണ്ടേ. അല്ലാതെ ലൈക്ക് ഐ ഡു ഗെറ്റ് ഓഫേഴ്സ്, സത്യം. ദ തിങ് ഈസ് ലൈക്ക്, പക്ഷെ അത് എനിക്ക് കേൾക്കുമ്പം ഐ ഷുഡ് ഫീൽ ലൈക്ക് ഇതിപ്പോൾ ചെയ്ത എന്താ വെച്ചാൽ ഇത്രയും നല്ല ക്യാരക്ടേഴ്സ് ചെയ്തിട്ട് നിങ്ങളുടെ എല്ലാം പറയുമ്പോൾ ഇത്രയും നല്ല ക്യാരക്ടേഴ്സ് ജലജിക്ക് വല്ല ആവശ്യമുണ്ടോ അതിപ്പോൾ ഈ തലയിടാൻ? അത് കേൾക്കും ഞാൻ. പക്ഷെ അതെന്തുകൊണ്ടാണ് ഫീമെയിൽ ആർട്ടിസ്റ്റുകൾക്ക് മാത്രം അങ്ങനെയാണ്? കാരണം തങ്ങളുടെ കൂടെ അഭിനയിച്ച മോഹൻലാലും മമ്മൂട്ടിയും എപ്പോഴും നായകന്മാരെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെല്ലാവരും അവരുടെ പടം പോയി കണ്ടിട്ട് ഇപ്പം ഞാൻ നായികയായിട്ട് അങ്ങനെ വരുവാണെങ്കിൽ നിങ്ങൾ വന്ന് കാണുമോ? കാണണം എന്നില്ല. അല്ല, അത് മലയാള സിനിമയിലെ സൗത്ത് ഇന്ത്യൻ എനിക്കൊന്ന് പൊതുവേ ഐ തിങ്ക് ലൈക്ക് ഇല്ല, ഇന്ത്യൻ സിനിമ ഞാൻ പറയില്ല. അത് ഞാൻ പറയാം, നോർത്തിൽ ഇപ്പം നോക്കുവാണെങ്കിൽ തബു ഡസ് ക്യാരക്ടേഴ്സ് അല്ലേ. ഇപ്പം ഞാൻ പറഞ്ഞ നോട്ട് ദറ്റ് എവറിബഡി ഈസ് ഡൂയിങ്. ഇപ്പോൾ കാജോളോ അല്ലെങ്കിൽ തബു, ഇപ്പോൾ ഓഫ് കോഴ്സ് ലൈക്ക് കരീന കപൂർ എന്ന് പറഞ്ഞാൽ ദേ ആർ സ്റ്റിൽ ദ ഗ്ലാമറസ് എന്നുള്ള ആ ഒരു ലൈനിൽ പോകുന്ന ആൾക്കാരാണ്. ഫോർ ദം ദാറ്റ് കൈൻഡ് ഓഫ് ഫിലിംസ് അത്. പക്ഷേ ഒരു ഓഫ് ബീറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞാൽ നീന ഗുപ്ത ഈസ് എ വെരി ഗുഡ് ആക്ച്വൽ. ഈ ബദായി, ദോയോ അങ്ങനെയൊക്കെ ഉള്ള പടങ്ങളൊക്കെ വന്നുമല്ലോ. സോ ആൻഡ് ലൈക്ക് നൗ ഷീ ഈസ് ലൈക്ക് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് എന്നുള്ള ഒരു മട്ടിലാണ് മസാബയുടെ ഐ മീൻ ദ ഫാഷൻ ആൻഡ് എവറിത്തിങ്. സോ ദ തിങ് ഈസ് അവരുടെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ബോളിവുഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ എൻറ്റയർലി ഡിഫറെൻറ്റ് ബോൾ ഗെയിം. ആൻഡ് they are ready to there are directors who are ready to do films like that, but ക്യാരക്ടേഴ്സ് ചെയ്യാനായിട്ട്. പക്ഷേ മലയാളത്തിൽ അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ പറഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഡയറക്ടർ വന്ന് അങ്ങനെ ഒരു പടം ചെയ്തിട്ട് ലൈക്ക് പക്ഷേ another thing is അങ്ങനെയുള്ള പടം ചെയ്തിട്ട് ഇറ്റ് ഈസ് ലൈക്ക് പോപ്പുലറായി ആ പടം അല്ലേ. അങ്ങനെയുള്ള പടങ്ങൾ കാണാൻ ആൾക്കാരുണ്ട്. ഐ എം ഷുവർ ഇവിടെ മലയാളത്തിലും ഇപ്പം നല്ല ക്യാരക്ടേഴ്സും നല്ല ഒരു കഥാപാത്രം മാത്രമല്ല നല്ല കഥ, അതിന് പറ്റിയ ക്യാരക്ടേഴ്സും എല്ലാം കൂടി ചേർത്തിട്ട് വരുന്ന ഒരു സംഭവമാണെങ്കിൽ ആൻഡ് ഇഫ് ഇറ്റ് കംസ് ഔട്ട് വെൽ
കാസ്റ്റിംഗ് മാത്രമല്ലല്ലോ, എവറിത്തിങ് ഇറ്റ് ഷുഡ് ബി ഒരു ഹോൾ പാക്കേജ് ആയിട്ട് നല്ലൊരു സംഭവം ആൾക്കാർക്ക് കൊടുത്താൽ ഐ എം ഷുവർ പീപ്പിൾ വിൽ ബി ദ മാസ് വിൽ ബി അപ്രീഷിയേറ്റിംഗ് ഇറ്റ്. പക്ഷേ പൂജയ്ക്ക് ആരും മണി കിട്ടും. അല്ലേ? എന്തുകൊണ്ടാണ് മലയാളത്തിലെ ഫീമെയിൽ സെൻട്രിക് ഫിലിംസ് വരാത്തത്? ഇപ്പോൾ താങ്കളുടെ ജനറേഷനിൽ വരുന്നതാണെങ്കിൽ ഈ ശോഭനയുടെ തിര എന്നൊരു സിനിമ വന്നു. അതായത് ഒരു വിമൻ സെൻട്രിക് ആയിട്ട് അല്ലെങ്കിൽ ലീഡ് ആക്ടർ ആയിട്ടുള്ള വളരെ കുറച്ച് മൂവീസ്, പ്രത്യേകിച്ചും താങ്കളുടെ ജനറേഷനിൽ വരുന്ന ആക്ടേഴ്സ് വെച്ചിട്ട് അങ്ങനെ വരാറുണ്ട്. വൈസ് അതിപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുവാണെങ്കിൽ ഐ ഹാവ് നോ ആൻസർ ഫോർ ഇറ്റ് ബിക്കോസ് യു ആർ റോങ് പേഴ്സൺ ആസ്കിങ് മീ. ബിക്കോസ് ദ തിങ് ഇസ് ലൈക്ക് ഡയറക്ടർ ഈസ് ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്. ഹീ ഷുഡ് ഡിസൈഡ് ആൻഡ് ഹീ ഷുഡ് ഗെറ്റ് എ ഗുഡ് പ്രൊഡ്യൂസർ. അവർ രണ്ടുപേരും അല്ലേ, ഒരു പ്രൊഡ്യൂസർ ഉണ്ടെങ്കിൽ ഒരു ഡയറക്ടറും പിന്നെ ഞങ്ങൾ വരുന്നുള്ളൂ. അപ്പം ഞാൻ അതാ പറയുന്നത്, എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ഈ ഹിന്ദി പടങ്ങൾ ഞാൻ പറഞ്ഞു, ഇപ്പം നീന ഗുപ്തയുടെ ആണെങ്കിലും ഇങ്ങനെയുള്ള പടങ്ങൾ നമ്മളെല്ലാവരും കണ്ടില്ലേ? ഐ തിങ്ക് മെജോറിറ്റി ഇപ്പം നമ്മൾക്ക് ഭാഷ അറിയാവുന്നവരെന്നുള്ള മട്ടിൽ ഐ തിങ്ക് കുറേ പേര് കണ്ടു കാണണം. ആൻഡ് ദേ വുഡ് റിയലി അപ്രീഷിയേറ്റ് സച്ച് ഫിലിംസ്. പക്ഷേ അത് എടുക്കാൻ, അല്ലെങ്കിൽ ചിലപ്പം വിചാരിക്കുമായിരിക്കും എടുത്താൽ ഇങ്ങനത്തെ ഒരു പടം എടുത്താൽ ഇറങ്ങുമോ, പ്രൊഡ്യൂസറിന് കിട്ടും, അല്ല ഇങ്ങനെ ഞാനൊരു കഥ പ്രൊഡ്യൂസറിന് പറഞ്ഞാൽ പ്രൊഡ്യൂസർ ഇതിന് തയ്യാറാകുമോ ഒന്ന്, പിന്നെ എടുത്താൽ ഇത് ഇറങ്ങാനായിട്ട് ഡിസ്ട്രിബ്യൂട്ടർ വരുമോ, മൈറ്റ് ബി ദീസ് മൈറ്റ് ബി ദ റീസൺ. സോ അപ്പം നമുക്കൊരു ഇത് പറയാനായിട്ട് എന്താണ് അതിൽ മെയിൻ തിങ് ലൈക്ക് ഡയറക്ടറും പ്രൊഡ്യൂസറും തന്നെ വിചാരിക്കണം തോന്നുന്നു. അല്ലാതെ ഇപ്പം എനിക്ക് അങ്ങനെ ഒരു പടം ചെയ്യണം, ശരി എനിക്ക് പടം ചെയ്യണം, നിങ്ങൾ വന്ന് എടുക്കുന്നത് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. സോ ഇസ് ഐ ഹാവ് ടു ഹാവ് ദ ആ ഒരു ഡയറക്ടറോ പ്രൊഡ്യൂസറോ വന്ന് അങ്ങനെയുള്ളൊരു പടം ചെയ്യാൻ എടുക്കുവാണെങ്കിലേ നമുക്ക് ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. സോ ഐ തിങ്ക് ദാറ്റ് ഇസ് വൺ തിങ് ലൈക്ക് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വൈ ഇറ്റ് ഇസ് നോട്ട് ഹാപ്പനിങ്. ബിക്കോസ് ലൈക്ക് ഇപ്പം ഞങ്ങൾ മാത്രമല്ല, ഇപ്പോൾ തമിഴിൽ ഐ തിങ്ക് തമിഴിൽ കുറച്ച് പടങ്ങളിൽ ഇപ്പോൾ രാധികയൊക്കെ ചിലപ്പോൾ ചില ക്യാരക്ടേഴ്സ് ചെയ്യുന്നത് നല്ല പവർഫുള്ളായിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനത്തെ റോൾസ് ആൻഡ് ഷീ ഈസ് ലൈക്ക് ഒരു പ്രൊഡ്യൂസറും കൂടെയാണ്. ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ്സ് ഹർ പടം. അല്ലാതെ ഉള്ളത് ഇപ്പം ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ ദർ ആർ ഡിഫറെൻറ്റ് റേഞ്ച് ഓഫ് ആർട്ടിസ്റ്റ് ഹു ക്യാൻ. ഇപ്പം ഉർവശി ഈസ് വൺ വെരി ടാലൻറ്റഡ് ആക്ട്രസ്. ഇപ്പം മറ്റേ ഉള്ളൊഴുക്കൊക്കെ ചെയ്ത് ആ ഒരു പടം എന്ന് പറയുമ്പോൾ അത് ഫീമെയിൽ ഓറിയൻറ്റഡ് ആണ്. രണ്ട് ഈക്വലി കട്ടയ്ക്ക് നിൽക്കുന്ന രണ്ട് ആർട്ടിസ്റ്റാണ് ചെയ്തിരിക്കുന്നത്. ആൻഡ് സച്ച് എ ബ്യൂട്ടിഫുൾ ഫിലിം. അതിപ്പം എനിക്ക് ലൈക്ക് എന്താണ് കമേഴ്ഷ്യൽ വൈസ് അത് എങ്ങനെയായിരുന്നു എന്ന് എനിക്കറിയില്ല. സോ ഐ സീൻ ദ ഫിലിം. ബട്ട് ദെൻ അതാണ് ഞാൻ പറഞ്ഞത്, അത് അക്സെപ്റ്റ് ചെയ്യാൻ ആൾക്കാർ ഒരു സർട്ടൻ എക്സ്റ്റെൻറ്റ് ഓഫ് ആൾക്കാർ, ഇപ്പം ഉർവശിയുടെ ഫാൻസ്, പാർവതിയുടെ ഫാൻസ് ആൻഡ് പൊതുവെയുള്ള ആൾക്കാരും കാണുമായിരിക്കാം. പക്ഷെ അങ്ങനത്തെ എത്ര പടമാണ് വരുന്നത്, വിരലിൽ എണ്ണാവുന്നതേ കാണുള്ളൂ. സോ അതിന് ലൈക്ക് സംബടി അങ്ങനെയുള്ള ആൾക്കാർ ഹു ആർ ലൈക്ക് ഫീൽ ലൈക്ക് ഒരു എന്താണ് അങ്ങനത്തെ കഥ എടുത്തിട്ട് നമുക്കത് ചെയ്ത് ഫലിപ്പിക്കാം എന്നുള്ളത് ഇറ്റ്സ് നോട്ട് എൻ ഈസി ജോബ് ഓൾസോ. ലൈക്ക് ഇപ്പം ഇത്രയും ഇങ്ങനെയുള്ളൊരു പോപ്പുലർ ആയിട്ടുള്ളൊരു മാസ് പടങ്ങൾ, പിന്നെ ഇപ്പം വേറൊരു കാര്യമുള്ളത് മലയാളം പടം മാത്രമല്ല ഇവിടെ കോമ്പീറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും മറ്റേ KGBയോ ABCDയോ ഒക്കെ പറഞ്ഞ് കുറേ എണ്ണങ്ങൾ വരുമല്ലോ, പല ഭാഷയിൽ നിന്നും വരും. സോ വി ആർ എക്സ്പോസ് ടു ഓൾ കൈൻഡ് ഓഫ് ഫിലിംസ് വിച്ച് ഇസ് ഗുഡ്. ലൈക്ക് നമുക്ക് ഓപ്ഷൻസ് ഉണ്ടല്ലോ ഇഷ്ടം പോലെ. നമുക്ക് പാൻ ഇന്ത്യൻ ഫിലിംസും ഇപ്പോൾ പാൻ ഇന്ത്യൻ ആർട്ടിസ്റ്റും ഒക്കെ വരുന്നത്, വിച്ച് ഇസ് എ ഗുഡ് തിങ്. ലൈക്ക് യു ഗെറ്റ് ടു ആക്ട് ഇൻ ഡിഫറെൻറ്റ് ലാംഗ്വേജസ് ആൻഡ് യു ആർ ഗെറ്റിംഗ് എക്സ്പോസ് ടു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫിലിംസ്. അപ്പോൾ അതൊക്കെ നല്ല നിമിഷം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനൊരു കുഞ്ഞി പടം വന്നാൽ കാണാൻ ആളുണ്ടാവുമോ? ഇത് ഒരു പ്രൊഡ്യൂസർ കാശ് മുടക്കുമ്പോഴത്തേക്കും അപ്പോൾ കാശ് മുടക്കി കുറച്ചെങ്കിലും അങ്ങേർക്കും കിട്ടണമല്ലോ. അല്ലാതെ ഇത് ഒരു എന്താണ് ഇറ്റ്സ് എ ബിസിനസ് റൈറ്റ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവത്തിൽ വരുമ്പോഴത്തേക്കും അതിന് നിൽക്കത്തക്ക ഉള്ളൊരു ഇത് വരുമോ ഇല്ലയോ എന്നുള്ളത് എനിക്കതിൻ്റെ വരുമ്പരായിക അറിയില്ല. മാം ചോദിച്ചതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് ചോദിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞൊരു ആൻസറിൽ മാം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അക്കാലത്തെ സിനിമ ഇക്കാലത്തെ സിനിമ എന്നൊരു കമ്പാരിസൺ പറയുന്നുണ്ടായിരുന്നു. ആ ഒരു കമ്പാരിസൺ നടത്തുമ്പോൾ ബിഹൈൻഡ് ദ ക്യാമറ കൂടെ നമുക്ക് അതിലേക്കൊന്ന് കൂടെ, അതായത് ഇപ്പോൾ വിമൻ ഇൻ എന്താണ് മലയാളം സിനിമയെ പറ്റി പറയുമ്പോൾ നമുക്ക് ഒത്തിരി ഡിബേറ്റ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ഒത്തിരി ചർച്ച ചെയ്യപ്പെട്ട സംഭവമായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. വിമൻ സേഫ്റ്റി ഇഷ്യൂസിനെ പറ്റിയിട്ട് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ, അതായത് ഇൻ ദ ഫിലിം ഇൻഡസ്ട്രി ആസ് എൻ ആക്ടർ ഹു ഹാസ് പെർഫോംഡ് ഇൻ ബോത്ത് ദീസ് ടൈം ലൈൻസ്, എങ്ങനെയാണ് മാമിന് ആ ഒരു വിമൻ സേഫ്റ്റി ഇൻ ബോത്ത് ദീസ് ടൈംസ് കമ്പയർ ചെയ്യാൻ പറ്റുന്നത്? അത്തരത്തിലുള്ള ഇഷ്യൂസ് മാമിന്റെ ആ ഒരു ആഫ്റ്റർ ദ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഐ ജസ്റ്റ് ഡിഡ് ലൈക്ക് ഇപ്പം മഹേഷിൻ്റെ ഒരു പടം ചെയ്തു, പിന്നെ ഞാൻ ഒറ്റയിൽ ചെറിയൊരു റോൾ ചെയ്തു. ഇത് രണ്ടല്ലാതെ ഐ ഹാവ് നോട്ട് ഡൺ എനിത്തിങ്. സോ ഐ ഡോണ്ട് ഹാവ് എനി എക്സ്പീരിയൻസ്. ഇപ്പം മഹേഷിൻ്റെ പടത്തിൽ ഞാൻ ലൊക്കേഷൻ പോയിട്ട് ഞാൻ എറണാകുളത്തൊരു അതും ഒരു
നാലോ അഞ്ചോ ദിവസം, ബിക്കോസ് ലൈക്ക് ഫുൾ ഡേ ആയിരിക്കില്ല, കുറച്ച് 2 ദിവസം കൊണ്ട് കുറച്ച് എന്നുള്ളതായിരിക്കാം. സോ ഒരു 4 or 5 days വർക്ക് എനിക്ക് മഹേഷിൻ്റെ പടത്തിൽ ചെയ്തിട്ടുള്ളൂ. ബാക്കി ഞാൻ എൻ്റെ കാലഘട്ടത്തിലാണെങ്കിൽ എനിക്ക് കുറേ പടങ്ങൾ ഞാൻ ഈ പറഞ്ഞ പോലെ 100-100 കൂടുതൽ ഞാൻ പടങ്ങൾ ചെയ്ത ആളാണ്. സോ ഫോർ മീ ലൈക്ക് എൻ്റെ കൂടെ കൂടുതലും അച്ഛനും വന്നിട്ടുണ്ട്, അമ്മയും വന്നിട്ടുണ്ട്. ബിക്കോസ് ആ സമയത്ത് അങ്ങനെയാണ്, ഇപ്പോഴത്തെ രീതി എങ്ങനെയാണെന്ന് അറിയില്ല, ലൈക്ക് ആ സമയത്ത്. സോ ഫോർ മീ ഐ വാസ് ലൈക്ക് എൻ്റെ ഇപ്പം ദർ ആർ സോ മെനി which I've heard and like of course like അപ്പോൾ അങ്ങനെ പറയുവാണെങ്കിൽ ഇപ്പോൾ ബിക്കോസ് സിനിമ ഈസ് എ പോപ്പുലർ തിങ് ആൻഡ് ലൈക്ക് ഇറ്റ് ഈസ് ഔട്ട് ഇൻ ദ ഓപ്പൺ, ലൈക്ക് വി ആ പബ്ലിക് പ്രോപ്പർട്ടി എന്നുള്ള മട്ടിൽ. സോ ഞങ്ങളൊന്ന് തുമ്മിയാലും നിങ്ങളറിയും, ഞങ്ങൾ തുമ്മിയില്ല, ഞങ്ങൾ അപ്പുറത്തെ ഒരാളുടെ അടുത്ത് വർത്തമാനം പറഞ്ഞാൽ ഉടനെ നിങ്ങളറിയും. അത് എഫെയർ ആവണമെന്നില്ല. സോ ഇറ്റ് ഈസ് ബിക്കംസ് എ എഫെയർ. സോ ദ വി ആർ ഓപ്പൺ. ബട്ട് ഇതേ സംഭവങ്ങൾ ലൈക്ക് വട്ട് യു സേ ലൈക്ക് all these issues which has happened, it is there in every field. Wouldn't you say like ഇപ്പം നിങ്ങളുടെ ഇപ്പം ജേർണലിസം അല്ലെങ്കിൽ ഒരു ഡോക്ടർ അല്ലെങ്കിൽ പോലീസ്, ഇത് ഏത് സെക്ടറിലും ദിസ് ഹാപ്പൻസ്. ബട്ട് ഐ എം നോട്ട് ലൈക്ക് സപ്പോർട്ടിങ് ലൈക്ക് ഇത് എവിടെയും ഹാപ്പൻ ചെയ്യുന്നു, ഇത് ഹാപ്പൻ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഐ ടോട്ടലി am for women's safety, because like you are working, wherever you are working, a woman should feel safe and she should be like given that security in whichever field she does, so that she can work well. ആ ഒരു കോൺഫിഡൻ്റ് ആയിട്ട് നമുക്കിപ്പോൾ പോകും. മറ്റേതാണെങ്കിൽ നമ്മളൊരു സെറ്റിൽ പോകുമ്പോൾ അയ്യോ നമ്മളെങ്ങനെ പോവും, ഇവിടെ പ്രശ്നമാവുമോ എന്നുള്ള ആ ഒരു ഫിയർ ആർക്കും വരാൻ പാടില്ല. സോ അങ്ങനെ ഒരെണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ ദർ ഷുഡ് ബി എ സിസ്റ്റം ടു ലൈക്ക് നോട്ട് കോമ്പൻസേറ്റ് എന്ന് പറയാൻ പറ്റില്ലല്ലോ, ടു ലൈക്ക് സീ ടു ഇറ്റ് ദാറ്റ് ഇറ്റ് ഡസൻറ്റ് ഹാപ്പൻ ഇൻ എനി സെറ്റ്. ആ ഒരു ഇതിൽ ഐ ഫീൽ ലൈക്ക് ആസ് എ വുമൺ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഐ ഹാവ് നോട്ട് ഗോൺ ത്രൂ സച്ച് ഇപ്പം പറയുന്ന പോലെ ഐ ഹാവ് നെവർ ഫെൽറ്റ്. മൈറ്റ് ബി ദേ മസ്റ്റ് ഹാവ് ബീൻ, എനിക്കറിയില്ല. സോ ഫ്രം വാട്ട് ഐ സീ, ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ എൻ്റെ അച്ഛൻ്റെ എൻ്റെ അമ്മയുടെ കൂടെ പോകുന്നു, ഒരു സെറ്റിലേക്ക് പോകുന്നു. അത്രയും ദിവസം ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നു, വർക്ക് ചെയ്യുന്നു, രാവിലെ പോകുന്നു വർക്കിന്, ഒരുമിച്ച് പോകുന്നു, ഒരുമിച്ച് തിരിച്ചു വരുന്നു, കിടന്നുറങ്ങുന്നു, രാവിലെ എന്നിട്ട് പോകുന്നു വരുന്നു. സോ ഐ ഹാവ് നോട്ട് ഫെൽറ്റ് ദാറ്റ് കൈൻഡ് ഓഫ് ഒരു ഇത് എനിക്ക് തോന്നിയിട്ടില്ല. ഇനി ഉണ്ടായിരുന്നു ഇല്ലായിരുന്നു എന്ന് അറിയാത്ത കാര്യം. ആൻഡ് ലൈക്ക് നോബഡി ഓപ്പൺസ് അപ്പ് ടു എനിബഡി. ഇപ്പോഴാണല്ലോ എവറിത്തിങ്, ഇഫ് വട്ട് എവർ ദീസ് തിങ്സ് ചിലപ്പം പറയും ഇത് ഇത്രയും വർഷം മുമ്പ് സംഭവിച്ച് എന്തപ്പം പറഞ്ഞില്ല എന്നുള്ള ചോദ്യങ്ങൾ കുറേ കേൾക്കുന്നുണ്ട് അല്ലേ. സോ ആ സമയത്ത് എവറിബഡി വാസ് ലൈക്ക് ഹഷ് ഹഷ്, ആരും ഒന്നും വെളിയിലോട്ട് പറഞ്ഞു. ഇപ്പം ഞാൻ ശോഭയുടെ കാര്യം പറഞ്ഞില്ല, 1 മാസം ഞങ്ങൾ ഒരുമിച്ചുണ്ടായത്. ആ കുട്ടിക്ക് മനസ്സിൽ എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ ലൈക്ക് യുനോ, ഇപ്പോഴത്തെ കാലത്ത് അതല്ല, ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ യു ആർ ഓപ്പൺ ടു പീപ്പിൾ, യു ജസ്റ്റ് ഓപ്പൺ അപ്പ് ആൻഡ് സീ ഇറ്റ്. പക്ഷേ ആ കാലത്ത് അങ്ങനെ അല്ലായിരുന്നു. സോ ഐ ഡോണ്ട് നോ ലൈക്ക് മൈറ്റ് ബി ആ ഒരു ക്ലോസ്ഡും ഒരു ടാബു സബ്ജക്റ്റ്. അപ്പം നമ്മളിത് പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കാം. അപ്പം അതുകൊണ്ട് എനിക്ക് ലൈക്ക് ആ സമയത്തെ കാര്യങ്ങളിപ്പം ബിഹൈൻഡ് മൈ ബാക്ക് ഓർ ബിഹൈൻഡ് സംബഡീസ് ബാക്ക് നടക്കുന്നത് നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞാലേ നമുക്കറിയുള്ളൂ. നമ്മുടെ അടുത്ത് പറഞ്ഞില്ലേ നമ്മളെങ്ങനെ അറിയാനാണ്. But you didn't face any bad experience? No, I didn't face any bad experience. Any kind of prejudices ഉണ്ടായിരുന്നോ? ഇല്ല, എനിക്കില്ല. Like see, that's what I'm saying, like I was lucky. That I will say I was very lucky that I got to work with such directors and producers, or like even actors who were very supportive. Everybody whom I worked with, ഒന്നെങ്കിൽ ഞാനൊരു കൊച്ചനിയത്തി എന്ന് പറഞ്ഞാൽ നീ അത് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ നീ ഇങ്ങോട്ട് വാ നീ. സോ ആ ഒരു യുനോ ലൈക്ക് മൈറ്റ് ബി ബിക്കോസ് ലൈക്ക് എന്നെ കാണുമ്പോഴത്തേക്കും ആൾക്കാർ വിചാരിക്കും അതൊരു സാധാരണ ഒരു പെണ്ണ്, ഇതിനൊന്നും അറിഞ്ഞുകൂടാ എന്നുള്ള ഒരു മണ്ടിപ്പെണ്ണെന്നുള്ള മട്ടിൽ. ഐ മീൻ നോട്ട് ദാറ്റ് വേ. ലൈക്ക് യുനോ ഒന്നാമത്തെ ഞാൻ പുതിയതായിട്ട് വരുമ്പോഴത്തേക്കും എനിക്ക് ലൈക്ക് ഹാർഡ്ലി ഐ ന്യൂ എനിത്തിങ്. അപ്പം ദേ ഗൈഡഡ് മീ, മോസ്റ്റ് ഓഫ് ദം. ദേ ഫെൽറ്റ് ലൈക്ക് ഒരു എസ്പെഷ്യലി വേണു നാഗോളി ചേട്ടനൊക്കെ ആണെങ്കിൽ കുഞ്ഞു പങ്ങൾ എന്നുള്ള മട്ടിലായിരുന്നു എനിക്കുണ്ടായിരുന്നത്. സോ ഫ്രം ആക്ടേഴ്സ് ഓൾസോ ആൻഡ് ഓഫ് കോഴ്സ് ലൈക്ക് ലാലാണേലും മമ്മൂക്കയൊക്കെ ആണെങ്കിലും ദൈവം ലൈക്ക് അപ്പോഴേ ലൈക്ക് ആൻഡ് ലൈക്ക് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ദേ ബിക്കേം ലൈക്ക് ഞാനും ഉള്ളപ്പോഴാണല്ലോ ദേ സ്റ്റാർട്ടഡ് ടു റൈസ്. അപ്പം ആ സമയത്ത് ദേ ആർ ഫേമസ് ഓൾറെഡി. അങ്ങനെയുള്ളൊരു സമയത്ത് എന്ന് പറയുമ്പോഴത്തേക്കും എവറിബഡി വാസ് ലൈക്ക് വെരി ഒരു നല്ല ഒരു എന്താണ് കോ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ ഐ ഹാവ് ഹാഡ് വെരി ഗുഡ് റാപ്പോ വിത്ത് എവറിബഡി. വേണുചേട്ടൻ്റെ കൂടെ ഞാൻ കുറേ ഫിലിംസ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം എനിക്ക് തോന്നുന്നു ഇവർക്കൊക്കെ ഞാനൊരു അനിയത്തി എന്നുള്ളൊരു ഇതായിരുന്നിരിക്കാം ഉണ്ടായിരുന്നത്. ഇപ്പം അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ലൈക്ക് എനിക്ക് 1-2 ഉള്ളതെന്ന് പറഞ്ഞാൽ യവനികയുണ്ട്, ശാലിനിയുടെ കൂട്ടുകാരി, രാധ എന്ന പെൺകുട്ടി. ഇത് പറയുമ്പോൾ രാധ എന്ന പെൺകുട്ടി എന്ന് പറയുമ്പോൾ സാറ്
മേനോൻ സാർ എന്നെ വിളിക്കുമ്പോഴത്തേക്കും പറഞ്ഞു എൻ്റെ രാധയായിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ രാധയായിട്ടെന്ന് പറഞ്ഞാൽ അതും എനിക്കൊരു ബ്ലെസ്സിങ് ആയിട്ട് ലാസ്റ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിമാണത്, രാധ എന്നും കൂടി. ദാറ്റ്സ് എ ലാസ്റ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം ആൻഡ് അത് 2 കളർ ഫിലിംസാണ് തുടങ്ങിയത്. അപ്പോൾ സോ ഐ ഗോട്ട് ടു ഡു ഇൻ എ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം. ആൻഡ് ദ തിങ് ഇസ് ലൈക്ക് ഞാൻ എൻ്റെ ഓർമ്മയിൽ കണ്ട ഒരു പടം എന്ന് പറയുന്നത് മലേഷ്യ വെച്ച് കുഞ്ഞായിരുന്നപ്പം ചെമ്മീനാണ്. ഐ ഹവ് സീൻ ദറ്റ് ഫിലിം ഇൻ തിയേറ്റർ. എന്ന് വെച്ചാൽ മലയാളം പടങ്ങൾ വളരെ റെയറായിട്ടേ അവിടെ വരുള്ളൂ എന്ന് അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ അതിനേക്കാളും ഞാൻ കുഞ്ഞായിരുന്നപ്പോഴത്തേക്കും അച്ഛൻ പറഞ്ഞു കർണൻ എന്ന് പറഞ്ഞൊരു പടം, എനിക്ക് ഓർമ്മയൊന്നുമില്ല, തീരെ കുഞ്ഞായിരുന്നു. അപ്പോൾ കർണനെ കൊച്ചായിരുന്നപ്പോഴോ ഏതാണ്ട് എടുത്തുകൊണ്ട് പോവോ ഏതാണ്ടൊക്കെ കഴിഞ്ഞപ്പോൾ കടന്ന് കരച്ചിൽ ആ ബേബിയെ കാണണം എന്നുള്ള. പിന്നെ അച്ഛൻ എന്നെയും കൊണ്ട് വെളിയിൽ പോയി നിൽക്കേണ്ടി വന്നു എന്നാണ് പറഞ്ഞത്. വെച്ചാൽ ബേബിയെ കാണണം, കർണൻ പിന്നെ വലുതാവുമല്ലോ, കുഞ്ഞിനെ അറിയില്ലല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഓർമ്മയുള്ള ഒരു സിനിമ ചെമ്മീനാണ്. ചെമ്മീൻ വാസ് എ ഫിലിം വിച്ച് ഇസ് ലൈക്ക് ആ സമയം ഐ ഹാവ് നോ ഐഡിയ നാളെ ഞാൻ ഇങ്ങനെ ഒരു സംഭവം വരും എന്നുള്ളത്. പക്ഷേ ദാറ്റ് ഫിലിം ലൈക്ക് ഹാസ് ബീൻ ഒരു ബിക്കോസ് ദാറ്റ് വാസ് സച്ച് എ ബ്യൂട്ടിഫുൾ ഫിലിമായിട്ട് എനിക്ക് ആ കുഞ്ഞ് മനസ്സിൽ എനിക്ക് അത്രയും ബ്യൂട്ടിഫുൾ. ആൻഡ് കൊട്ടാരക്കൽ സർ ഇസ് ലൈക്ക് സംതിങ്, ആ ഒരു റേഞ്ച് ഓഫ് ആക്ടർ എന്ന് പറയുന്നത്. ഇപ്പോൾ സത്യൻ സാർ എല്ലാവരും ഉണ്ടെങ്കിലും ബട്ട് കൊട്ടാരക്കൽ സാറിൻ്റെ കാര്യം ഐ ഡോണ്ട് നോ, ലൈക്ക് നല്ലപോലെ എന്നെ ഇമ്പാക്റ്റ് ചെയ്തൊരു ആക്ടറാണ്. സോ അത് കഴിഞ്ഞിട്ട് യു സീ ലൈക്ക് എന്താണ് ഇറ്റ് കംസ് ഇൻ എ സർക്കിൾ എന്ന് പറഞ്ഞാൽ ഐ ഗോട്ട് ടു വർക്ക് ആസ് ഹിസ് ഡോട്ടർ. രാധൻ പെൺകുട്ടിയിൽ അദ്ദേഹത്തിൻ്റെ മകളായിട്ടാണ് ഞാൻ അഭിനയം. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ ദ ഫസ്റ്റ് തിങ് എൻ്റെ മനസ്സിൽ വന്നത് അച്ഛൻ കുഞ്ഞാണ്. ഐ ക്യാൻ സേ ലൈക്ക് യുനോ ആ ഓരോ സീൻസും ലൈക്ക് ഇറ്റ് വാസ് ജസ്റ്റ് ലൈക്ക് ഫ്ലാഷിങ് ബിഫോർ മീ. ദൈവമേ ആ ഒരു മനുഷ്യൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയെന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് സംതിങ് വിച്ച് ലൈക്ക് യുനോ ഐ കനോട്ട് എക്സ്പ്രസ് മൈ സെൽഫ്, സംതിങ് ബിയോണ്ട് ലൈക്ക് മൈ എക്സ്പ്രഷനാണത്. എന്നിട്ട് ഞാൻ ഫസ്റ്റ് ഡേ പുള്ളി കണ്ടിട്ട് കാലൊക്കെ തൊഴുതിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ പടം കണ്ടു, ആ മോളെ എന്ന് പറഞ്ഞ തലയിൽ കൈക്ക് വെച്ച് അതെനിക്ക് ഇപ്പോഴും ലൈക്ക് യുനോ ഇറ്റ്സ് ലൈക്ക് ഒരു ഡിവൈൻ ബ്ലെസ്സിങ് ആണ്. അങ്ങനെ ഒരു ആക്ടറിൻ്റെ കൂടെ മകളായിട്ട് അഭിനയിക്കുന്നു വിച്ച് ഇസ് ലൈക്ക് ഞാൻ ഇപ്പോൾ പറയുമ്പോഴത്തേക്കും നിങ്ങൾ വിചാരിക്കുമായിരിക്കും ഐ എം നോട്ട് എക്സാജറേറ്റിംഗ് എനി ഓഫ് ദീസ്, ഐ എം ജസ്റ്റ് ലൈക്ക് വാട്ട് ഐ ഫെൽറ്റ്. വൈ മാലിക്? അത് ഞാൻ പറയാം. മാലിക് എന്ന് പറഞ്ഞത് ഇറ്റ് വാസ് ലൈക്ക് വൈ മാലിക് എന്ന് പറഞ്ഞാൽ ലൈക്ക് ഞാൻ മഹേഷിൻ്റെ അടുത്ത് പറഞ്ഞു മഹേഷ് എനിക്കിത് ചെയ്യാൻ പറ്റൂ ആൻഡ് ഇസ് ദ എനിത്തിങ് ലൈക്ക് നോ ചേച്ചി ഇതിലെ ക്യാരക്ടർ എന്ന് പറയുന്ന ആ ലൈക്ക് ഇറ്റ്സ് എ വെരി ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് ആ ക്യാരക്ടറിന്. സോ ദാറ്റ് വാസ് വൺ തിങ് വിച്ച് ലൈക്ക് സോ യു ഹാവ് ടു. ഇപ്പം ഞാനൊരു അമ്മയുടെ റോള് ഐ എം നോട്ട് എക്സ്പെക്ടിങ് മരഞ്ചുറ്റിയല്ല ഞാനിപ്പം വിചാരിക്കുന്നത് ഒരു അമ്മയുടെ റോള് തന്നെയാണെങ്കിലും ബട്ട് ദാറ്റ് അമ്മ ഷുഡ് ബി എൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇൻ ദ ഫിലിം. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഫോർ ദ സേക്ക് ഓഫ് അമ്മ 2 സീൻ ചെയ്തിട്ട് പോകുന്നത്. നോ ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. യൂഷ്വൽ അമ്മ എന്നല്ല, അമ്മ വേഷങ്ങൾ ചെയ്യേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, അത് മോശം എന്ന് ഞാൻ അതും പറയുന്നില്ല. പക്ഷെ എനിക്ക് ഇത്രയും നാൾ നല്ല ചെയ്തിട്ട് ചെയ്യുമ്പം എന്തെങ്കിലും ഒരു അതിനൊരു ഇമ്പോർട്ടൻസ്. അപ്പം ഈ പറഞ്ഞ പോലെ മാലിക്കിലാണെങ്കിൽ ആ 2 സീൻസ് ചെയ്യുമ്പോഴത്തേക്കും യു ഫീൽ ലൈക്ക് യു ആർ ലൈക്ക് ആ ക്യാരക്ടറിൻ്റെ ഒരു ഡെപ്ത് ഉണ്ട്. സോ ദാറ്റ് വാസ് വൺ റീസൺ. ഞാനത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോൾ യു റിയലി ഫീൽ ലൈക്ക് ഓ അങ്ങനത്തെ ഒരു അമ്മ ഹൂസ് ലൈക്ക് വെരി ബോൾഡ് ടു ജസ്റ്റ് ലൈക്ക് മകനെ ഡിസ്പോൺ ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിലെ ഇൻട്രാക്ഷൻസ് ജയിലിൽ വരുമ്പം എന്നിട്ടുള്ളതൊക്കെ. സോ യു റിയലി ഫീൽ ലൈക്ക് ആ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ സച്ച് എ പവർഫുൾ ബോൾഡ് ക്യാരക്ടർ. അത് ലൈക്ക് യുനോ കുഡ് ഐ ഡു ഇറ്റ് എന്നുള്ളതായിരുന്നു എനിക്കൊരിത്. എന്താ വെച്ചാൽ ഇത്രയും വർഷം ഈ പറഞ്ഞ പോലെ ഇത്രയും വർഷം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഐ വാസ് നോട്ട് ഷുവർ പറ്റുമോ പറ്റത്തില്ല. ആൻഡ് ഇറ്റ്സ് ലൈക്ക് എ ഫിലിം വിത്ത് ഇത്രയും ക്യാരക്ടേഴ്സും ഈ റോൾസും ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മളുടെ ആ ക്യാരക്ടർ അത്രയും പിടിച്ച് നിൽക്കണം നല്ലപോലെ. യു ഹാവ് ടു വർക്ക് ടു പോർട്രേ. സോ ദാറ്റ് വാസ് വൺ തിങ്. ബട്ട് ദെൻ വിത്ത് മഹേഷ് വാസ് സച്ച് എ ലവ്ലി പേഴ്സൺ. ഐ വുഡ് സേ ഐ വിൽ താങ്ക് ഹിം ഫോർ ആ റോൾ എനിക്ക് തന്നതിൽ. ഞാനിപ്പോൾ പറയുന്ന പോലെ ഇത്രയും റോൾസ് ബാക്കി എല്ലാവരും ചെയ്തു, ഞാൻ ചെയ്തു, അതിൻ്റെ ഭാഗ്യം. മഹേഷ് ഇൻസിസ്റ്റഡ് me to do it. So I'm like grateful to him, like he thought of me. ഇപ്പം വൈ മീന്ന് ചിലപ്പം ചില പടങ്ങൾ വരുമ്പോഴത്തേന്ന് ചോദിച്ചാൽ ഞാൻ എന്തിനാ എന്നെ വിളിക്കുന്ന ഇതിന് ഞാൻ ചോദിക്കും ഡു യു തിങ്ക് ലൈക്ക് ഇത് വേണോ ഞാൻ വേണോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പോരെ എന്നുള്ള മട്ടില്ല. അപ്പോൾ പക്ഷേ മഹേഷ് വാസ് വെരി ലൈക്ക് ചേച്ചി ഇത് ചേച്ചി തന്നെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അത്രയും ഇതായിട്ട് പറഞ്ഞു. പിന്നെ ആ ക്യാരക്ടറും എനിക്ക് എൻ്റെ മനസ്സിൽ ലൈക്ക് ഒരു നല്ലൊരു ക്യാരക്ടറാണല്ലോ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്തത്. എന്തോ കൂടുതൽ ശരിച്ചു ലൈക്ക് ഫഹദ് വന്നു. പക്ഷേ എനിക്ക് കൂടുതൽ ഇൻട്രാക്ഷൻ ഇല്ലല്ലോ പടത്തിൽ. പടം ഫുൾ കണ്ടപ്പോഴാണല്ലോ ഇത് നമ്മൾ ഹോൾ തിങ് എന്നുള്ളത്. ഓഫ് കോഴ്സ് ഹീ സച്ച് എ ടാലൻറ്റഡ് ആർട്ടിസ്റ്റ് എന്നുള്ളത്. എന്ന് വെച്ചാൽ ഞാൻ 2 പ്രാവശ്യം ജൂറി ആയിട്ടിരുന്നിട്ടുണ്ട്, 2014 2018. അപ്പോൾ എനിക്ക് തോന്നുന്നു 2018 തോന്നുന്നു ഫഹദിൻ്റെ 5 പടമാണോ, ബിക്കോസ് ലൈക്ക് ഭാരതി രാജ സാറായിരുന്നു ജൂറി.
ജൂറി ചെയർമാനും. സോ അപ്പം ഞങ്ങൾ ഇത്രയും പേരുണ്ടെങ്കിലും ഫഹദിൽ എനിക്ക് 4 or 5 ഓർമ്മയില്ല എനിക്ക്. ഇത്രയും ഓരോ പടങ്ങളും ഓരോ ക്യാരക്ടേഴ്സ്. ഇതിൽ 5 ചെയ്തിട്ടുണ്ടെങ്കിൽ 5ഉം ഒരു ഫഹദല്ല, 5ഉം 5 ഫഹദായിരുന്നു. സോ ദ വേ ഹി ദെൻ ഐ വിൽ സേ ലൈക്ക് പാച്ചിക്കയുടെ മോൻ തന്നെയാണ്. ബിക്കോസ് ലൈക്ക് ഫാസിൽ ഈസ് എ പേഴ്സൺ, ലൈക്ക് ഞാൻ പറഞ്ഞില്ല ഡ്രാമ ചെയ്ത് ഹീസ് സച്ച് എ പേഴ്സൺ. ഹീസ് ലൈക്ക് ആ ആക്ടിംഗ് എന്ന് പറഞ്ഞാൽ പുള്ളി എന്നെ ഡയറക്റ്റ് ചെയ്തപ്പോൾ യു കുഡ് ഫീൽ ലൈക്ക് നമ്മളത് ചെയ്തു പോവും അങ്ങേരുടെ ആ ഡയറക്ഷനിൽ. സോ ഡെഫിനറ്റ്ലി ദ ജീൻസ് ഇസ് ദ ആൻഡ് ലൈക്ക് ഹി ഈസ് ഓരോ ക്യാരക്ടേഴ്സും. എനിക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു മാമൻ എന്ന് പറഞ്ഞ പടം മറ്റേ എന്താണ് വടിവേലുവിൻ്റെ കൂടെ ഇതിൽ തന്നെ ഫഹദ പട്ടികളെ കൊല്ലുന്ന പോലെ ഉണ്ട്. അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞ സോ അപ്പം നമുക്ക് അത്രയും ഒരു ദേഷ്യം ഫഹദിൻ്റെ അടുത്ത് വരണമെങ്കിൽ ഹീസ് ഡൺ ദ റോൾ സോ ബ്യൂട്ടിഫുള്ളി അല്ലേ. സോ ഹീസ് സമ്മതിക്കണം പുള്ളിയുടെ ആക്ടിങ്. ഐ തിങ്ക് പാർവതി, നിത്യ മേനോൻ മലയാളത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, പക്ഷേ എനിക്ക് തോന്നുന്നു വ്യത്യാസം പാർവതി. പിന്നെ ഓഫ്കോഴ്സ് ഉർവശി നമ്മൾ വന്ന് നമ്മളുടെ എൻ്റെ ജനറേഷനല്ല, ഷീസ് യങ്ങർ ടു മീ ഓൾസോ. അതിൽ വന്ന് ലൈക്ക് കോമഡി ആണെങ്കിലും മറ്റേ സീരിയസ് ആണെങ്കിലും എന്തും നല്ലപോലെ വഴങ്ങുന്ന ഒരു ആർട്ടിസ്റ്റ് തന്നെയാണ് ഇത്. അല്ലാതെ മലയാളത്തിൽ അപർണ, ഷീസ് ഓൾസോ ഗുഡ്, നല്ലൊരു ആർട്ടിസ്റ്റാണ്. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മലയാളത്തിൽ ഇപ്പോൾ ഇഷ്ടം പോലെ ആൾക്കാരുള്ളതുകൊണ്ട് ആരാണെന്നുള്ളത് ചിലത് ലൈക്ക് കുറേ ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ. സോ ഐ തിങ്ക് ലൈക്ക് ബേസിക്കലി ഇപ്പോൾ എല്ലാവരും നല്ല ടാലൻറ്റഡ് ആണ്. ബിക്കോസ് ദ തിങ് ഈസ് ലൈക്ക് യു സി ഞങ്ങളുടെ സമയം പോലെയല്ല ഇപ്പം ലൈക്ക് ഒത്തിരി ആൾക്കാരുണ്ട്. ആൻഡ് ഓൾസോ ദ തിങ് ഈസ് ലൈക്ക് നമുക്കുള്ള ആ ഒരു എക്സ്പോഷറും ഇപ്പം ഉള്ള കുട്ടികൾക്ക് നല്ല ഒരു ഇപ്പം പല ഭാഷകൾ, പല വേഷങ്ങൾ, പല തരം. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഒരു സ്റ്റീരിയോ ടൈപ്പ് അല്ലല്ലോ. അപ്പോൾ ഞങ്ങൾക്കുണ്ടായിരുന്ന ഒരു ഇപ്പോൾ ദുഃഖപുത്രി അല്ലെങ്കിൽ ഒരു സന്തോഷപുത്രി അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു അതല്ല. ഇപ്പോൾ ഏത് റോളും ഷെയ്ഡ്സ് ഡിഫറെൻറ്റ് ഇതുണ്ട്. സോ ദ ക്യാരക്ടർ ആണെങ്കിലും ഒരു ലേയേർഡ് ക്യാരക്ടേഴ്സ് ആണെങ്കിലും എങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ആണെങ്കിലും ദേ ആർ ഏബിൾ ടു പോർട്രേ. സോ ലൈക്ക് നമ്മൾ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നും മോശം എന്ന് പറയാൻ ആരുമില്ല. എനിക്ക് തോന്നുന്നു എവറിബഡി ഈസ് കേപ്പബിൾ ഓഫ് ഡൂയിങ് എവറിത്തിങ്. ലൈക്ക് യു ആർ സർപ്രൈസ് ടു സീ സംടൈംസ് ഈ ഒരു പടം ചെയ്യുമ്പോഴത്തേക്കും ഓ വാവ് ദേ ഹാവ് കം ഔട്ട് സോ ബ്യൂട്ടിഫുള്ളി എന്നുള്ളത് നമുക്ക് തോന്നും. സോ ഇറ്റ്സ് ലൈക്ക് talent wise we are not lacking anything.